Righta. Right. Righta. Right. Righta. Right. Righta. Right. Righta. Right. Righta. Right. Righta. 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 അയ്യോ ചിന്നെ കള്ളം പറയരുത്. ഞാൻ കണ്ണൂർ നോക്കിയില്ല. അപ്പൊ ഞാൻ കണ്ണൂർ നോക്കിയോ? അയ്യോ നോക്കില്ല. കള്ളക്കളിയാ. അതെ കള്ളക്കളിയാ. ബാർ സോപ്പ് 2. വേറെ എന്ത് വേണം? മല്ലിപ്പൊടി 1 പാക്കറ്റ്. മല്ലിപ്പൊടി 1 പാക്കറ്റ്. വേറെ ഇത്രയും മതിയോ? പിന്നെ പാർക്കുട്ടി, നീ പോയി ഒരു സിഗരറ്റ് വാങ്ങിച്ചോണ്ടാ. വലിക്കില്ലല്ലോ. വലിക്കണോ വേണ്ട ഞാൻ തീരുമാനിച്ചോളാം. പോയിട്ട് വാ. കൊച്ചമ്മൻ സാറും ആഫീസിൽ പോയ പാർക്കുട്ടി. ടിവിയിൽ ക്രിക്കറ്റ് മാച്ച് ഉള്ളതുകൊണ്ട് സാറ് പോയില്ല.
ക്രിക്കറ്റ് കളി കാണാൻ തന്നെ സാർ ലീവ് എടുത്ത് വീട്ടിൽ കുത്തിരിക്കുന്നത്. വേണ്ടാത്തൊന്നും പറയരുതേ. ഒരു തമാശ പറഞ്ഞല്ലേ പാർക്കുട്ടി, അപ്പോഴേക്കും പിണങ്ങിയോ? സഞ്ചി എടുത്തേ. സൂപ്പർ. ആ ഇത് ഇതെന്താ? പാർക്കുട്ടിക്ക് തേച്ച് കുളിക്കാൻ നല്ല പതയുണ്ടാവും. അക്കൗണ്ടിൽ ചേർത്തിട്ടില്ല. നേരെ ഒരുപാടായി, ഞാൻ പോണു. അപ്പോഴേ സ്നോയോ പൗഡറോ വല്ലതും വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ മടിക്കണ്ട. ഈ ഷംസ് വീട്ടിൽ കൊണ്ട് തരാം. മതിയല്ലോ. അയ്യോ ഇതൊക്കെ ഡിസ്പ്ലേക്ക് മുട്ടായി ആലോകത്തിൽ കേറല്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം. അത് രേവതി അങ്ങോട്ടെങ്ങാനും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ ചേട്ടാ സിഗരറ്റ് കൊണ്ടുപോടാ. എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ ഉള്ളേ, ഇതൊന്നും ചോദിക്കില്ല കേട്ടോ. ചേച്ചി എനിക്ക് മാത്രമേ ഈ പേസ്റ്റിന്റെ ഒരെണ്ണം തരൂല. ഇനി ചേച്ചിയുടെ കളിക്കാൻ ഞാൻ കൂടില്ല. ചീത്ത ചേച്ചി. നീ കൂടണ്ട, പൊടി. ഒന്നുമല്ല രേവ ചേച്ചി നല്ല ചേച്ചി, എനിക്കറിയാലോ. നാണു നിനക്ക് വേണോ? വേണം. നാളെ തരാവേ. കുട്ടനും അമ്മൂനും നാളെ തരാട്ടോ. ചേച്ചിക്ക് സിന്ദാബാദ് വിളിക്കാൻ ഞങ്ങളോട് കൂടട്ടെ. മോനെ, ചേച്ചിക്ക് സിന്ദാബാദ് വിളിച്ച എന്തോ തരും എന്ന് ചോദിക്കും. ഒരു സെക്കൻഡ് ഒന്ന് ചോദിച്ചോട്ടെ ചേച്ചി. പിന്നെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാലേ ഞാനുള്ളൂ. അയ്യോ ചുമ്മാരിക്കല്ലോ. അയ്യോ എന്താ ഇവിടെ? എന്താടാ കാര്യം? അയ്യോ ഞങ്ങളിവിടെ വെറുതെ നിൽക്കായിരുന്നു. പിന്നെ ഈ കോളനിയില് ദേ ഈ അപ്പു മാത്രമല്ല, ഇനി മുകളിലോട്ടുള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരല്പം പെശക. അതുകൊണ്ട് സാറന്മാര് വേഗം സ്ഥലം വിടാൻ നോക്ക്. ചെല്ലേ. ചുമ്മാ ചൂടാ സാറേ, ഞങ്ങളോട് വെറുതെ നിൽക്കായിരുന്നു. അപ്പൊ ഈ പെണ്ണും പട്ടാളോ കൂടെ ഒന്ന് ചുമ്മാ അടിക്കാ പിടിക്കാ അല്ലേ? അല്ലേ? അതെ കറക്റ്റ്. വാ കേറ്. ഇതെന്തിനാ സൂക്കേട്? ഇതൊരുമാതിരി വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ ആയിപ്പോയത്. ആ പീസും പോയി. മോനെ ഒന്നിങ്ങ വന്ന വാലിശാലം കുറയ്ക്കണം. നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. നേത് ഹിമാറിനെ എനിക്ക് കണി കണ്ടത്. ആളെ കിട്ടിപ്പോയി. മതി നിർത്ത്. അങ്ങനെ അങ്ങോട്ട് പോയാലോ ബാലകൃഷ്ണ? ഓഫീസിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും, അപ്പൊ ഒന്ന് ഫ്രീ ആയിരിക്കും. നമുക്ക് ഒരു റൗണ്ട് കളിച്ചിട്ട് പോകാം. പുതിയ ഷീട്ടാ, പ്ലാസ്റ്റിക് കോട്ടിങ്ങാ, ഇപ്പൊ പൊട്ടിച്ചിട്ടേ ഉള്ളൂ. നോക്ക്. എന്റെ പൊന്നക്ബർക്ക ഒട്ടും സമയമില്ല. ദേ എവളെ വീട്ടിൽ കൊണ്ടാക്കണം. മതി, എന്നിട്ട് മതി. വാ, ഞാനും വരാം. നമുക്ക് ബാലകൃഷ്ണന്റെ വീട്ടിൽ തന്നെ ഇരുന്ന് റൗണ്ട് കളിക്കാം. വാ. അയ്യോ ചീട്ടുമായിട്ട് അങ്ങോട്ട് വരാനോ? അമ്മ അപ്പം ചൂലെടുക്കും. അപ്പൊ ചീട്ടായിട്ട് ചെന്നില്ലേ ചൂലെടുക്കൽ അടിച്ചാരല്ലോ ഇല്ലേ? ഇന്നത്തേക്ക് അക്ബർക്ക് വേറെ ആരെങ്കിലും നോക്ക്. നാളെ നമുക്ക് റൗണ്ട് ഇരിക്കാം. അത് പോട്ടെ മോനെ, ഇതെന്നാണ് നീ ഇന്നലെയും പറഞ്ഞത്. അയ്യോ അക്ബർക്ക് എനിക്കിന്ന് കുറച്ച് പണിയുള്ളതുകൊണ്ടാ. നാളെ എന്തായാലും ഇരിക്കാം. പോലെ ബാലകൃഷ്ണ, ഒരു സംഗതി നാളത്തേക്ക് വെക്കരുത്. നാളെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കേട്ടിട്ടില്ലേ നീ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല.
എവിടെന്ന് കേൾക്കാൻ അതിന് കുറച്ച് എഡ്യൂക്കേഷൻ ഒക്കെ വേണ്ടേ? അല്ല, നല്ല ജോലി. ആ എന്താ വന്ന് നമുക്ക് നീ ഇല്ലേ വേറൊരാള് വരണ നോക്ക്. വരി വരി. ഇപ്പോൾ ഒന്നും വരിക്കില്ല, ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ തിരിച്ചു പോകുമ്പോ ആളെ കിട്ടുന്നു. അല്ല അതല്ല, ഞാൻ മേനോൻ സാറിനെ പ്രതീക്ഷിച്ചേ. ആ എത്രയായി? 5 റുപ്യ. 5 റുപ്യ മീറ്റർ ഇട്ടിട്ടില്ലേ? ഇപ്പൊ മീറ്റർ ഒന്നും ഇടാറില്ല സാറേ. ആ ഞാനൊരു മാന്യത ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാ പിടിച്ചോ. ഞാൻ പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. എന്തിനാ? നമുക്കൊന്ന് വളയാം. വളയേ? അതെ, ഈ റമ്മി കളി. ഷീട്ട് കളിക്കേ? ഞാനോ? അല്ല, നമ്മൾ രണ്ടുപേര്. ഇതൊക്കെ നിങ്ങളെ പോലത്തെ ജോലിയും കൂലിയും ഇല്ലാത്തവർക്കുള്ള ഇത്തരം വൃത്തികെട്ട പരിപാടികളൊന്നും എന്നെ പ്രതീക്ഷിക്കണ്ട. ആ മേനെ ലൈഫ് ഈസ് പ്ലാൻ എൻജോയ്. ഇയാള് നന്നാവുന്ന ലക്ഷണമില്ല. അവനും പോയ. ഇനി വേറെ ആരെയും വരുമെന്ന് നോക്കിയ. ഇറങ്ങി. ഒരു റൗണ്ട് പോയിട്ട് വരാവേ. മതി മതി, ഇപ്പൊ തന്നെ 2 റൗണ്ടായി. അയ്യോ, ഒരു റൗണ്ട് പോയിട്ട് വരാവേ. പറ്റത്തില്ല. അയ്യോ, നീ ഇറങ്ങി, അയ്യോ, ഇറങ്ങി. ഒരു റൗണ്ട് പോയിട്ട് വരാവേ. വേണ്ട, ഇറങ്ങൂല, ഇറങ്ങി. ഇറങ്ങൂല. അതുപോലെ വളർന്നിട്ട് പെണ്ണ് തമാശകളി കൂടുക. വള്ളിച്ചോറിൽ പിണച്ച് 2 അടി തരിക വേണ്ടത്. ഇങ്ങോട്ടിറങ്ങി, ഇറങ്ങൂല. ഇറങ്ങി, ഇറങ്ങി. ദുഷ്ടൻ, ജന്തു. കയറിപ്പോ. ഇത് ആരാവല്ലേ? പൊടി. എനിക്ക് മോശം. മാറിക്ക് ദേവിമേ. ചെല്ല് ചെല്ല്. ദേവിയമ്മ രേവതിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ? ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണയില്ല. 1 മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും രാജൻകുഞ്ഞ് പറയാം അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ. ഗുഡ് മോർണിംഗ്. ദേ ഇത് കണ്ടോ, പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് ചെയ്ത പണിയാ. കബീഷേ, മിണ്ടല്ലേ മിണ്ടല്ലേ. പേടിച്ച്. പേടിച്ചു പോയി. പുതിയ കുറെ കാസറ്റുകളാ. ഡൊണാൾഡ് ഡക്ക്, ആ. മിക്കി മൗസ്, ടോം ആൻഡ് ജെറി. ഓക്കെ, ഗുഡ് ബോയ്. ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളാരുമായിട്ട് അടിപിടി കൂടുകയായിരുന്നു. ഞാനാ പിടിച്ചിവിടെ കൊണ്ടാക്കിയത്. ചില സമയത്ത് അവൾ അങ്ങനെ. ഓ, അതൊക്കെ നേരെയാവും. ബാലൻ ചായ കുടിച്ചിട്ട് പോ. വേണ്ട, ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ, ആ രേവതിയും കൊണ്ട് ബൈക്കില് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കരുതെന്ന്. അവൾ ഇപ്പോഴൊരു കൊച്ചു കുട്ടിയെ പോലല്ലേ അമ്മേ? പ്രായമായ ഒരു പെങ്കൊച്ച. വെറുതെ ആൾക്കാർക്ക് അതും ഇതും പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ആൾക്കാർക്കൊക്കെ ആ പാവം പെണ്ണ് നന്നായിട്ട് അറിയാം. ആരും ഒന്നും പറയില്ല. അമ്മ പോയി കാപ്പി എടുത്തേ. ബോംബെന്ന് സുഭദ്രയുടെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? പവിത്രന് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവളുടെ പ്രസവത്തിന് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അത് അവളുടെ കുറ്റമല്ലല്ലോ, പവിത്രന് ഒഴിവില്ലാഞ്ഞിട്ടല്ലേ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. സുമിത്ര ചേച്ചി 2 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയ കുട്ടികളെ കൊണ്ട് അപ്പം ഇവിടെ എത്താറില്ലേ? അവൾക്ക് തിരുവനന്തപുരത്ത് ഇവിടെ വരാൻ അധികം ദിവസം വേണ്ട. അതുപോലെ അല്ലല്ലോ സുഭദ്ര. അതെ അതെ, എന്ത് പറഞ്ഞാലും ഇളയ മോളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. അതെ, നിനക്കെന്താ അവളോട് ഇത്ര കണ്ണുകടി? അയ്യോ, ഒരു കണ്ണുകടിയില്ലേ. അബദ്ധത്തിനൊരു സത്യം പറഞ്ഞു പോയതാണേ.
എന്താടോ പുഷ്കര തനിക്ക് കണ്ണുമുക്കം കണ്ടൂടെ? ഒന്ന് സാറേ ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയാ. ഒന്ന് വിട്ടാരെ. ആ അവസ്ഥ മാറണേൽ ഒരു മരുന്നുണ്ട്. മരുന്നൊക്കെ ഞാൻ സൗകര്യം പോലെ വീട്ടിൽ വന്ന് ചോദിച്ച് മനസ്സിലായിക്കോളാം. ഇപ്പൊ വിട്ടാരെ സാറേ. നിന്ന് പിടയ്ക്കാതെ കാര്യം പറയണോ. വടിവാള് വടിവാള് വർക്ക് ഇറങ്ങിയിട്ടുണ്ട് സാറേ. ഡോക്ടറോ? ഓ എവിടെ? ദേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്റെ അമ്മേ, ഇയാൾ ആശുപത്രിയിൽ രോഗികളെ ഓപ്പറേഷന് കത്തിവെച്ച് ആളെ കിട്ടാണ്ടായപ്പോ നാട്ടിലിറങ്ങിയിരിക്കുക ബാക്കിയുള്ളവന്റെ കഴുത്തിറക്കാൻ. ഏത് വഴി വരുന്നത്? യോ ദേ വരുന്നത്. എടോ രാജശേഖര, എടോ അവിടെ നിക്കടോ. എടോ അവിടെ നിക്കാൻ ഒരു കാര്യം പറയാനുണ്ട്. ഇവൻ എങ്ങോട്ടാ ഈ കിടന്ന് ഓടുന്നത്? ആരാണോ കണി കണ്ടത്? എന്റെ ദൈവമേ, ഏറ്റ് പാരാവുന്ന ലക്ഷണം. ആര് പൂട്ടിയിട്ടത്? അയ്യോ രാജശേഖര, തന്നെ ഞാൻ എത്ര വിളിച്ചു. ഓ ഞാൻ കേട്ടില്ല. എടോ അവിടെ ഒരു വയസ്സനും വയസ്സിയും മാത്രമേ ഉള്ളൂ. താൻ വല്ലപ്പോഴും ഒക്കെ അതിലെ ഒന്ന് അങ്ങോട്ട് വന്നാൽ ഒരു സ്മോൾ അടിച്ച് നമുക്ക് വല്ല കൊച്ചു വർത്താനം പറഞ്ഞു. അല്ല ഞാൻ അങ്ങോട്ട് വരണം എന്ന് പറഞ്ഞിരിക്കുക. അയ്യോ ഇപ്പോഴോ? ഇപ്പൊ കണ്ട സ്ഥിതിക്ക് മറ്റൊരു ദിവസം ആകാം. അല്ല താൻ എന്താ ഇത്ര ധൃതിയായിട്ട് ഓടിയത്? അത് പിന്നെ രേവതി കുട്ടിക്ക് അവൾക്കെന്താ? ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാവുമോ എന്നൊരു സംശയം. ഞാൻ പരിശോധിച്ച് മരുന്നിന് എഴുതി തരാം. ഏയ് അവൾക്ക് ഒരു കുഴപ്പമില്ല. ഷീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. താൻ അവളുടെ കാര്യത്തിൽ ഇത്രയധികം ടെൻഷൻ എടുക്കേണ്ട യാതൊരു കാര്യമില്ല. ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു പക്വത വരും. അപ്പൊ അതോടുകൂടി മാറാവുന്ന സൂക്കേടേ ഉള്ളൂ അവൾക്ക്. രേവതിയെ ചികിത്സിക്കുന്ന സൈക്കാട്രിസ്റ്റ് ഇത് തന്നെ പറഞ്ഞു. ഓഹോ. ബൈ ദ വേ, ഇൻ 1968 ഞാൻ നമ്മുടെ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ തുടങ്ങിയടാ. അപ്പോ ഒരു മേരിക്കുട്ടിയുടെ കാര്യമല്ലേ? അത് തനിക്ക് എങ്ങനെ അറിയാം? പറഞ്ഞിട്ടുണ്ട്. ഞാനോ? അതെ, ഒരു 5-6 പ്രാവശ്യം. ഓ അത് ഞാൻ ചിലപ്പോ പറഞ്ഞു കാണും. അതെ. പിന്നെ അത് കഴിഞ്ഞപ്പോ മാത്യു തരകൻ. ഓ അത് ഞാൻ പറഞ്ഞതല്ലേ? 8 പ്രാവശ്യം പറഞ്ഞു കാണും. അല്ല നമ്മുടെ ജോണിക്കുട്ടിയല്ലേ ആ പോന്നത്? അയാൾക്ക് എന്തോ വയറ്റ് വേദനയാണെന്നോ ഡോക്ടറെ കാണണമെന്നോ എന്തോ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുന്നത് കേട്ടു. ജോണിക്കുട്ടി ഇയാളെന്താ ഡീസൽ വാങ്ങിക്കാൻ പോണ ഡ്രൈവറുടെ മാതിരി ഓടുന്നത്? രാജശേഖര ഇവൻ ഇതെവിടെ പോയി? കിഴക്കുന്ന് വന്നുമില്ല, ഒറ്റാലി കിടന്നതും പോയി എന്ന് പറഞ്ഞ മാതിരിയായി. വന്ന് ഒരെണ്ണത്തിന് കയ്യിലോട്ട് കിട്ടുന്നില്ല. ഓ എന്റെ കർത്താവേ. അല്ലേ ചേച്ചി, ഡോക്ടർ എവിടെ പോയി? ഡൊമിനിക്ക് ജർമ്മനിയിലല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, വർക്കി സാറിന്റെ കാര്യമാണ്. എനിക്ക് എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ. റോസ് കുട്ടിയും ജർമ്മനിയിൽ നിന്ന് വിളിയോട് വിളിയാ. അപ്പച്ചനും അമ്മച്ചും ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു. അതല്ല, അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ? വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി. എന്റെ ചേച്ചി ആ കുന്ത്രാണ്ട് എടുത്ത് കാതിൽ വെച്ചേ. ഇതൊന്ന് എടുത്ത് കാതിലോട്ട് വെക്കാൻ. ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി? അത് ഞാൻ പേടിച്ചാലും ഞാൻ തഴിച്ചു വെച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ല ഇതാരെ ലീലാമ്മയോ? ചേട്ടൻ വന്നു, ഞാൻ ചായ എടുത്തു കൊടുക്കട്ടെ. ഇവളൊന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. അസലായിട്ട് തടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവളെങ്ങോട്ടൊക്കെ വരാറുണ്ടോ? നിങ്ങളില്ലാത്തപ്പോ അവള് ഇവിടെ വരാറുണ്ട്. ഇപ്പൊ അവൻ അവളെ പിടയ്ക്കാറില്ല. ഇല്ലാന്നോ തോന്നണേ. ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്ക് നമ്മുടെ ജോർജിന്റെ വീട്ടിലൊന്ന് കയറി. അപ്പൊ ഈ കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ അവന് ഇത്രയും നാളികേരം ഉണ്ടല്ലോ, ഒറ്റപിടി കാശും കിട്ടൂല. ഇന്ന് മത്സ്യമല്ലം കിട്ടിയാതെ ഇന്നലത്തെ മാതിരി തന്നെ. ദേവു, ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന കണ്ണ് ചീത്തയാവെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ വന്നിരിക്കെ, ഞാനിപ്പോ ഓഫ് ചെയ്യും. ഇവിടെ അങ്ങനെ മിടുക്കി.
ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചോളാം. ദേവകിയമ്മ പൊയ്ക്കോളൂ. ശരി, കാലത്ത് വരാം. ആയിക്കോട്ടെ. അയ്യോ, നോക്ക് നോക്ക് നോക്ക്. അല്ല, രേവതിക്കുട്ടി ഊണ് കഴിക്കണ്ടേ? ഇപ്പൊ എന്നെ കണ്ടിട്ട് ചോറിനാവേ. അല്ല, ഇനി ചോറുണ്ടിട്ട് കാണാം. ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് അത് വേണ്ട. ചോറിനാ. ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് ചോറിനാവും. ചോറുണ്ടിട്ട് കണ്ടാ മതി. നോയിപ്പോ നോയിപ്പോ നോയിപ്പോ. ദീ, ആഹാ, ചോറുണ്ടിട്ട് കാണാന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ട് ചോറിനാന്ന് ഞാൻ പറഞ്ഞില്ലേ? വേറെ നല്ല കാസറ്റ് കാണാം. ടോം ആൻഡ് ജെറി. വേണ്ട, കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ചോറുണ്ടിട്ട് കണ്ടാ മതി. ഇത് കണ്ടിട്ട് ചോറിനോളാം. ഇത് കണ്ടിട്ട് ഞാൻ ചോറിനോളാം. കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ടോം ആൻഡ് ജെറിയിലെ എലിയില്ലേ, ജെറി, അവനിങ്ങനെ പതുങ്ങി 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 വന്ന് കേക്കിരിക്കുന്ന റൂമിൽ വന്ന് കേക്ക് എടുക്കാനായിട്ട് പോയപ്പം പൂച്ച. ആ, ഓ. ആ, ജെറി ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവനിങ്ങനെ അവിയല് നോക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ എന്താ ഇത്? അല്ല, അയ്യോ, രേവതിക്കുട്ടി അല്ല പൊട്ടിച്ചത്, ടോം, പൂച്ച. ജെറി വീണ്ടും ഡൈനിങ് ടേബിളിൽ ചുറ്റുകൂടെ പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ജെറി ഇരുന്നു. എന്നിട്ട് ഈ ടോമി മേച്ചറടി ടോമിന്റെ സീറ്റ് ഇവിടെ 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 ഇരി. ജെറി പ്ലേറ്റ് എടുത്ത് തിരിച്ചു വെച്ചു. ജെറി ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു. ഒരു കരണ്ടി ചോറെടുത്തിട്ട് കഴിഞ്ഞു. ജെറി സാമ്പാർ ഒഴിക്കാൻ പോകുന്നു. ഒഴിച്ചു. ഒഴിച്ചു. ഇങ്ങനെ കുഴച്ച് ജെറി കുഴച്ച്. അയ്യേ, ടോമും ജെറിയും കൈ കഴിവില്ലേ? ടോമും ജെറിയും കൈ കഴുകില്ല. കൈ കഴുവൂലേ? ഇല്ല. ഇല്ലേ? ഇല്ലല്ലേ? ജെറി വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. ടോം 2. വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. 2. അയ്യോ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, എനിക്ക് വയ്യ, എന്നെ തല്ലിക്കൊല്ലുന്നേ. അയ്യോ, അയ്യോ, ആരുമില്ലേ? ഈ പെരുമ്പാമ്പിനെ പിടിച്ചു കെട്ടാൻ ആരുമില്ലേ ഇവിടെ? അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. അയ്യോ, രാത്രിയാവുമ്പോ വന്ന് കയറിക്കോളും. മനുഷ്യന്റെ സ്വൈര്യം കിടന്ന കാലമാണ്. എറിഞ്ഞൊടക്ക്, എല്ലാവരും ഇതും കൂടെ അങ്ങ് എറിഞ്ഞൊടക്ക്. ഓടേട്ടെ. എന്നിട്ട് എന്നെ ഈ കുഞ്ഞിനെ കൂടെ അങ്ങ് കൊന്നു തന്നേക്ക്. അയ്യോ, ഓ, ആ ഡീസന്റ് മേനോനും ഭാര്യയും കലാപരിപാടി തുടങ്ങിപ്പോയി. ഇപ്പൊ മനസ്സിലായി എനിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ കാർഡ് കളിച്ചിരിക്കുന്നത് എന്തിനാണെന്നുള്ളത്. അയാളെ പോലെ ആവാണ്ടിരിക്കാൻ ഇത് എത്ര ഡിസിപ്ലിൻ ഉണ്ട് നോക്കിയാട്ടെ. ആ പെമ്പറന്നൂത്തി എടുത്ത് ഒച്ചപ്പാടും ബഹളും ഉണ്ടാക്കണം. നിങ്ങളെ കൂടെ ചെന്നേ. അത് പോട്ടെ, നീ ഇത് നോക്ക്. നിങ്ങളെ കൂടെ ചെന്നേ മനുഷ്യ. അരുത്. എന്താ ഇത്? മാറണോ വടിവാളെ? സ്ത്രീകളോട് ഇങ്ങനെ കാണിക്കുന്ന കഷ്ടമാണ്. എങ്ങനെ ആണുങ്ങളാവുമ്പോ സന്ധ്യ ആയാൽ 2 എണ്ണം പൂശും. അറിയോ, എനിക്ക് എന്റെ ഭാര്യ തന്റെ ഭാര്യ തല്ലാൻ പറ്റുള്ളൂ. അങ്ങാടി തോറ്റാൽ അമ്മയോടൊന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആരോടും ദേശം കെട്ടോടെ തലയിലാണ്. മേനെ ഇനി നിങ്ങൾ നിർത്തിയില്ല എന്റെ സ്വഭാവം മാറും. അപ്പൊ തനിക്ക് 2 സ്വഭാവം ഉണ്ടോ? അടിച്ച് കൊല്ലേ. ഇയാൾ എന്ത് ഡീസന്റ് മേനാണ്. ഇത് ഞാനും എന്റെ ഭർത്താവും തന്നെയുള്ള പ്രശ്നം. നിങ്ങൾ ആരും ഇടപെടേണ്ട അത് കാര്യമില്ല. വീട്ടിനകത്തായിക്കൊള്ളണം. ഇവിടെ നാട്ടുകാർക്ക് ഞങ്ങൾക്ക് കിടന്നു കൊടുക്കണം. എടാ, അച്ഛൻ പറഞ്ഞ കേട്ടില്ല. എടുത്തോണ്ട് വേടാ വിലക്കാം. ഇതാണ് ഭാര്യ. സൂര്യൻ അസ്തമിക്കാൻ കാത്തിരുന്നോളൂ മോന്താനായിട്ട്. രാജേര, ഇയാൾ എന്റെ അമ്മാവനാണെങ്കിലും ഡീസന്റ് മേനോ ഇൻഡീസന്റ് ബിഹേവിയർ ഇന്ന് ഇവിടെ അവസാനിപ്പിച്ചില്ലെങ്കിൽ നാട്ടുകാരായ ഞങ്ങൾ കഴിയാക്കേണ്ടി വരും. ആർക്കട കൈ വെക്കണ്ട്? നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. എന്റെയും ദേവതയുടെയും കാര്യം ഇയാൾ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യം നോക്കാനേ ഞങ്ങൾക്ക് സമയമുള്ളൂ. അത് ശരിയാ. ഇവനെ കൊന്നിട്ടേ എനിക്ക് വേറെ പണിയുള്ളൂ. ഇയാള് ശരിയാവില്ല. അമ്മാവനെ ഞാൻ നോക്കത്തില്ല. അമ്മാവനെ തല്ലടാ, അമ്മാവനെ തല്ലടാ. പിടിച്ചാത്തോണ്ട് പോയെ. അവൻ തല്ലട്ട് മരുമാനല്ലേ? അവൻ എന്റെ മരുമാനല്ലേ? തല്ലട്ടെ. അത് എന്നോടാവില്ല, അക്ബറിനോടാവും. ലോകത്ത് പല കള്ളുടിയന്മാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ ഒരുത്തിന് ആദ്യമായിട്ടാ കാണുന്നത്. രാത്രി മനുഷ്യൻ കിടന്ന് ഉറങ്ങാനും സമ്മതിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ഉറക്ക് പോയി. ഇനി നമുക്ക് ഉറക്കം കിട്ടില്ല.
ഒരൊറ്റ റൗണ്ട് നോക്കിയല്ലേ. അല്ല രാജശേഖര, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അല്ല ഡോക്ടർക്ക് പറയാനുള്ളത് ബാലകൃഷ്ണനോട് പറഞ്ഞാൽ മതി. രാവിലെ ഞാൻ കേട്ടോളാം. വീട്ടിൽ രേവ തനിച്ചേ ഉള്ളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ ബാലകൃഷ്ണ, ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ, അയ്യോ എന്റെ വീട്ടിൽ അമ്മ തനിച്ചേ ഉള്ളൂ. ആയിക്കോട്ടെ മോനെ, ഒരൊറ്റ ചീട്ട് റൗണ്ട്. കളിക്കാനോ? ഡോക്ടറെങ്കിലും നിങ്ങൾ തമ്മിലാകുമ്പോ ചീട്ട് കളിക്കാൻ ചെയ്യാൻ കാര്യം പറയാം. ഞാൻ പോട്ടെ. ലൈഫ് ഈസ് പ്ലാൻഡ് എൻജോയ് എന്നാണ്. നമുക്കൊന്ന് നോക്കാം. അതൊക്കെ ശരിയാ. പക്ഷെ ഈ ചീട്ടിന്റെ ലൈഫ് ഹിസ്റ്ററി അറിയാവും. 1864 ചൈനയിലാണ് ഇതിന്റെ ഉത്ഭവം. ചിയാങ് കൈഷേക്കിനും കുടുംബത്തിനും ഇരുന്ന് സമയം കളയാൻ വേണ്ടി കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഈ ചീട്ട്. അന്നത്തെ ചീട്ട് ഇത്ര ഉള്ളതല്ല, ഇത്ര ഉണ്ടായിരുന്നു. തടിയിലായിരുന്നു ചീട്ടുണ്ടാക്കിയിരുന്നത്. ബാപ്പാ ഞാൻ പോവാ. അല്ല സൈനബ, നീ ഇന്നത്തെ പത്രം ശരിക്കും നോക്കിയോ? ഓ എന്താ? എന്നിട്ട് അതിന് വല്ല ബന്ധോ സ്ട്രൈക്കോ ബസ് സമരം ഒന്നുമില്ലേ? ഇല്ല. ഞാൻ എന്താണ് ഇങ്ങനെ ചോദിക്കുന്ന അറിയോ? എന്തിനാ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ ഇതും പിടിച്ച് ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ട, നീയും കൂടി ഇരി, നമുക്കൊരു കൈ റമ്മി കളിക്കാം. വാ ഇരി. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ വാപ്പാ? അതില്ലാത്തോണ്ടല്ലേ ഇതും പിടിച്ചിരിക്കണേ. ഉമ്മ ഞാൻ പോവാ. നിക്ക് ഞാനും വരുന്നുണ്ട്. അല്ല അന്ന് ഇലക്ട്രിസിറ്റിയിലും സമരമൊന്നുമില്ലേ? പോവനാണ് കുതിര പോകും പോലെ. ആ മൂപ്പര് എന്നിട്ടാണല്ലോ അവിടെ ട്രാൻസ്ഫോമർ പിടിപ്പിക്കാൻ. നീ അവിടെ ഇരി, ഒരു കൈ കളിച്ചിട്ട് വാ. ഒരു 11-12 മണിയാകുമ്പോൾ അങ്ങോട്ട് എത്താൻ പോരാ എനിക്ക്. ഈ ഒടുക്കത്തെ ചീട്ടുകളേറെ ഇങ്ങടെ പണി പോയി. ഇനി എന്റെ പണി പോണോന്നാ? ജമീല, എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്റെ പണി പോയത് ഷീറ്റ് അടിച്ചിട്ടല്ലാന്ന്. ആ മാനേജർ എന്നോട് കളിച്ച് തോറ്റ കെറുകൊണ്ടായാലും എന്നെ പുറത്താക്കിയതല്ലേ. നീ നോക്കിക്കോ, എനിക്ക് പണി വേറെ കിട്ടും. കിട്ടും കിട്ടും കിട്ടുന്ന്. ഞാൻ ആ ഫ്രാൻസിസിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു പണി തരാക്കാൻ. എവിടെ? ക്ലബില്. ഏത് ക്ലബില്? ഷീറ്റ് കളി ക്ലബില്. ഓ എന്റെ പടച്ചോനെ, ഇങ്ങള് നന്നാവാൻ പോണില്ല. വാ അമ്മ, ബസ് പോവും. നിക്ക് ഉമ്മ, ചീട്ട് കേട്ടുകൊണ്ട് പുറത്തോട്ട് പോവേണല്ലേ, ഞാൻ വരുമ്പോ പറയണം. ആ മോള് പൊക്കോ. എടാ അക്ബറേ. ആ എന്താണമ്മ, നിങ്ങൾക്ക് കളിക്കണോ? നിങ്ങൾക്ക് അതിന് കണ്ണും കാണുമല്ലോ. ഓൾ എന്തോ എന്നോട് മേടിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുതിയ ഷീറ്റും പറ്റിയായിരിക്കും. അല്ലടാ, സോപ്പും പൊടി. ആ സോപ്പും പൊടി ആണെങ്കിൽ ഞാൻ വരുമ്പോ വാങ്ങിക്കൊണ്ടരാ. ഞങ്ങൾ ലേശം താമസിക്കുന്നു മാത്രം കേട്ടാ. ആ നീ താമസിക്കും, എനിക്ക് പൊടിയുണ്ടത്. MD സ്ഥലത്തെത്തിയത് കാണാനുണ്ടേ. എന്തൊരു ആത്മാർത്ഥത. പ്രൊമോഷൻ ഉടനെ കിട്ടിയത് തന്നെ. അതല്ലേ ഉച്ചക്ക് ഊണ് പോലും കഴിക്കാതെ MD റൂമിൽ കയറി ഇരുന്നത്. മിസ് രാധിക വർമ്മയ്ക്ക് ബോറടിച്ചല്ലേ? ബോറടിച്ചില്ലേ? തമാശയൊന്നും വേണ്ട. 1 മണിക്കൂറായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്തെടുക്കായിരുന്നു ഇത്ര നേരം? നിനക്കറിയാമല്ലോ, നമ്മുടെ MD എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ. പിന്നെ അയാൾ പറയുന്നത് നമുക്ക് എന്തെങ്കിലും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വേറൊരു അരമണിക്കൂർ. നീ ഒന്ന് കൂട്ടി നോക്കിയേ, സമയം എത്ര ആയെന്ന്. 12:30 മണിക്ക് കയറിയതാ ഞാൻ അയാളുടെ റൂമിൽ. എല്ലാരും ഊണ് കഴിച്ചു പോയി. ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. അതേതായാലും നന്നായി. അല്ലെങ്കിൽ തന്നെ ഉണ്ണാൻ വന്നിരുന്ന ആ സൂപ്രണ്ടിന്റെ നോട്ടം നമ്മുടെ വായില. എന്താ പറയുക? വല്ലതും പറയുവോ? എന്തൊരു ടെൻഷനാണ് മുഖത്ത്. അയ്യേ, ഇതെന്താ കടലാസ്? ഇന്ന് കടലാസല്ലേ ഉള്ളൂ, ചില ദിവസം കല്ലായിരിക്കും. ദേവതയുടെ പണിയാ. ഇടയ്ക്കിടയ്ക്ക് അവള് ദേവകിയമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിലോട്ട് കയറും. ഇന്ന് സ്പെഷ്യലാണെന്നാ പറഞ്ഞത്. അവളുടെ വെണ്ടയ്ക്കാ കൊണ്ടാട്ടം. ഇത്തിരി കഴിച്ചു നോക്കുന്ന. അതെ, ഓ കാപ്പിപ്പൊടി അധികം ഇറക്കണ്ട. കഴിഞ്ഞ പ്രാവശ്യം എടുത്ത അതേപടി ഇരിപ്പുണ്ട്. ആ എനിക്കറിയില്ല. ഇതൊക്കെ അറിഞ്ഞു വയ്ക്കണ്ടടാ. നിന്നെയൊക്കെ കടയിൽ പിടിച്ച് നിർത്തി എന്നെ വേണം തല്ലാൻ. ആ നിങ്ങൾ സാധനം ഇറക്കി വെക്കുക. കണക്കൊക്കെ ഞാൻ വന്നിട്ട് നോക്കാം. ഇവന്മാർ തിരുമറി നടത്താൻ നോക്കിയോ? അപ്പഴേ ഹലോ, അതെ ഒരു മിനിറ്റ്. പിന്നെ കുട്ടി ഈ കോളനി തന്നെയല്ലേ താമസം? കുട്ടിയുടെ പേര്? അതല്ല, കുട്ടിയുടെ ഫാദർ എന്റെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ്. ആളല്ല, പിന്നെ പക്ഷെ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറയണം. എന്റെ കടയിലെ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടും. അക്കൗണ്ടിൽ കൊടുക്കാറുണ്ട്. ഇപ്പൊ തന്നെ വന്നാൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പോകാം. അത് വാപ്പയോട് പറയണം. പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ. ഞാൻ ഈ കടയുടെ ഓണറാണ്. മജീദ് ഖാന്റെ മോളല്ലേ? അല്ല, ഞാൻ അക്ബറിന്റെ മോളാ. അക്ബർ, പക്ഷെ ഞാൻ മജീദ് ഖാനാണ് വിളിക്കുന്നത്. അതെന്തിനാ? അല്ല, ഞാൻ ഈ ആളുകളുടെ പേര് തെറ്റിച്ച് വിളിച്ചിട്ട് പിന്നെ സോറി പറയും. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെന്താ പറയാത്തെ? പേര് ഞാൻ വാപ്പയോട് പറഞ്ഞയക്കാം. വാപ്പയോടോ? ഇത്ര നിസ്സാര കാര്യങ്ങൾ വാപ്പയോടൊന്നും പറയണ്ട. പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ചുമ്മാണ്. ഞാൻ ഈ കടയുടെ ഓണറൊന്നല്ല.
ദേവു നീ എന്താ ഉണ്ടാക്കുന്നേ? ഇപ്പൊ ഒരു സാധനം കാണിച്ചു തരാവേ കേട്ടാ. ഇങ്ങനെ വെച്ചാ കറങ്ങും. ഒന്ന് അനങ്ങാണ്ടിരിക്കേ. ഈർക്കിൽ ഇങ്ങനെ വെച്ചാലേ ചുറ്റത്തുള്ള. നീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ. ഇങ്ങനെയുണ്ടോ ഒരു കുസൃതി? പേപ്പറിനോണ്ട് നീ ഒന്ന് അനങ്ങാണ്ടിരിക്കുന്നുണ്ടോ? ഞാൻ ഒരൊറ്റ അടി വെച്ച് തരും കേട്ടോ. പപ്പിയാണ്ടി കുപ്പിയാണ്ടി ചീത്തയാ. ഞാൻ ചീത്തയാ? ഞാൻ മൂക്കറുത്ത് ഉപ്പിലിട്ട് നോക്കോ. ഉപ്പിലിട്ടോ? നിങ്ങൾ വലിയ ആളാല്ലേ കുപ്പിയാണ്ടി പപ്പിയാണ്ടി കുപ്പിയാണ്ടി. ഇപ്പോഴത്തെ ഒരു കാര്യം അവിടെ നിക്കില്ലേ? എപ്പഴും പപ്പിയാണ്ടി ചീത്ത പറയുന്നു. പപ്പേനിക്ക് നല്ല അടികൊള്ളും കേട്ടോ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ ചീപ്പിഞ്ഞതാ. ഇന്നാ വെച്ചോ. എന്നാ കൊണ്ടുപോക്കോ. ഇത് വെച്ചോ. ഒരൊറ്റ അടി വെച്ചിട്ടുണ്ടല്ലോ. ഈ പപ്പിയാണ്ടി ഉണ്ടല്ലോ എപ്പോഴും എന്നെ ഉപദ്രവിക്കും. ഇന്ന് രാവിലെ കേട്ടോ എന്റെ ഈ മുഖത്തിങ്ങനെ നുള്ളിപ്പിച്ച് മുറിഞ്ഞേ നോക്ക്. പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ലേ. എന്നിട്ട് എന്റെ തല പിടിച്ച് മൊസൈക്കിൽ ഒരൊറ്റ ഇടി. അപ്പൊ ഞാൻ ഒന്നും ചെയ്തില്ലേ. നമുക്ക് ഈ പപ്പിയാന്റിയെ പിടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് പിരിച്ച് പപ്പടം പോലാക്കിട്ട് പറത്തി കളയണം. കാസറ്റ് എവിടെ? ഇന്ന് കാസറ്റ് കട ഒഴിവാ. കാസറ്റ് കിട്ടില്ല. അയ്യോ എനിക്ക് കാസറ്റ് കാണണം. നമുക്കിന്ന് ടി വി പ്രോഗ്രാം കാണാം. ടിവിയിൽ ഒന്നും കൊള്ളൂല, ചീത്തയാ. എനിക്ക് കാസറ്റ് കാണണം. നാളെ കാസറ്റ് കാണാം. നാളെ നമുക്ക് ടി വി കാണാം. ഇന്ന് കാസറ്റ് കാണണം. ഇന്ന് എനിക്ക് ഡൊണാൾഡൊക്കെ കാസറ്റ് കാണണം. നമുക്കിന്ന് ഡൊണാൾഡൊക്കെ കളിക്കാം. വാ ചേട്ടൻ കാണിച്ചു തരാം. നീ വാ. നമുക്ക് ഡൊണാൾഡൊക്കെ കളിക്കണ്ട. കാസറ്റ് കണ്ടാ മതി. ഡൊണാൾഡൊക്കെ കണ്ടോ? മാക് മാക്. ഡൊണാൾഡൊക്കെ ഞാൻ ചമ്മന്തി വേണ്ട. ഇതും വേണ്ട. ഇതും വേണ്ടേ. രേവതി ഇന്ന് ചേട്ടൻ രേവുവിനൊരു കഥ പറഞ്ഞുതരാം. ഒരു കാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. മണിയൻ നീലത്തി വീണ കുറുക്കൻ. അത് വേണ്ട. അല്ലല്ല, ഇത് മണിയൻ കുറുക്കന്റെ കഥയല്ല. ഈ കുറുക്കന്റെ പേര് ശങ്കരൻ. ഈ കുറുക്കന് നീലത്തി വീഴും. നീലത്തി വീണ കുറുക്കന്റെ കഥ വേണ്ട. രാജകുമാരന്റെ കഥ പറഞ്ഞാൽ മതി. അത് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ. വേറെ രാജകുമാരന്റെ കഥ. വേറെ രാജകുമാരന്റെ കഥ. ശരി. പറന്ന്. പണ്ടൊരു രാജ്യത്ത് ഒരു രാജാവിന് 2 മക്കളുണ്ടായിരുന്നു. ഒരു രാജകുമാരനും ഒരു രാജകുമാരി. ഒരു രാജകുമാരി. രാജകുമാരിയുടെ പേര് രേവതി. രേവതി. എന്നിട്ട് പറന്ന്. രാജകുമാരി രേവുവിനെ പോലെ തന്നെ സുന്ദരിയായിരുന്നു, പാവമായിരുന്നു. എന്നിട്ടും രാജകുമാരിക്ക് ഒരു ശാപം കിട്ടി. ശാപമോക്ഷത്തിന് വേണ്ടി രാജകുമാരി കുറേ ദിവസം കാത്തിരുന്നു. കൊറേന്ന് പറഞ്ഞാ ഒരുപാട്. ഒരുപാടെന്ന് വെച്ചാ കാക്കത്തൊള്ളായിരം. അങ്ങനെ രാജകുമാരി 900 ദിവസം കാത്തിരുന്നു. ഓരോ ദിവസവും രാജകുമാരി ആരും അറിയാതെ ഓരോ കുന്നിക്കുരു എടുത്ത് മാറ്റി ഒരു സ്ഥലത്ത് വെക്കും. അങ്ങനെ 900 കുന്നിക്കുരു ആയപ്പോ ഒരു രാജകുമാരൻ വന്നു. രാജകുമാരിക്ക് ശാപമോക്ഷവും കിട്ടി. എന്നിട്ട് ആ രാജകുമാരൻ രാജകുമാരിയെയും കല്യാണം കഴിച്ച് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് രാജ്യം ഭരിച്ചു. എത്ര നാള്? ഒരുപാട് നാള്. ഒരുപാടെന്ന് വെച്ചാ 900. മിടുക്കി. ഒരുപാടെന്ന് വെച്ചാ 900. 900. വാളിബോൾ. അയ്യോ ഡോക്ടർ വരുന്നു. ഓടിക്കോ, ഡോക്ടർ വരുന്നു. ടോമി ഓട്, വേവാ ടോമി, വേവാ ഓടുക, വേവാ.
അച്ഛനും അമ്മയൊക്കെ എവിടെ മോനെ? അങ്കിള് വീട്ടിൽ കൊണ്ട് വിടട്ടെ? കള്ളിപ്പൂച്ച വന്നോ? ഇത് വേറെ പൂച്ച. ഞാൻ ദേവമേ സഹായിക്കട്ടെ? ഞാൻ ഇതൊക്കെ ശരിയാക്കി അവിടെ വെച്ചേ, ഞാൻ അടിക്കോളാം. അവിടെ വെക്കാൻ. എന്നാ ഞാൻ ഇതൊക്കെ എടുത്ത് അരിഞ്ഞേ കാണിക്കുന്നു. അവിടെ വെച്ചേ. വേണ്ടേ? എന്നാ ഞാൻ ഇതൊക്കെ എടുത്ത് തരട്ടാ. തരൂന്നേ. ദേവമേ ഞാൻ ഇളക്കി തരാം. കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ദേവമേ അതെ, എനിക്ക് കുഞ്ഞിക്കുരു വേണം. നല്ല കാര്യായി. കുന്നിക്കുരുവിന് ഞാനവിടെ പോവാനാ. ചേട്ടൻ ആഫീസിൽ പോകുന്നതിന് മുമ്പ് പറഞ്ഞൂടായിരുന്നു കുട്ടിക്ക്. നീ താഗ്നി ഇതൊക്കെ എടുത്ത് കളാ. പോട്ടെ. അയ്യോ ഇങ്ങോട്ട്. ചിന്നു റെഡിയായോ? അങ്കിള് പോവാ. ഇങ്ങനെ ദിവസവും ഡ്രോപ്പ് ചെയ്യുന്നേനെ അടുത്ത മാസം മുതൽ ഡാഡിയുടെ കാശ് വാങ്ങിച്ചു തരണം. പെട്രോളിനൊക്കെ വില കൂടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഒന്ന് നിക്കണേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? രഹസ്യ. പറ. ഒരു സാധനം വാങ്ങിച്ചു തരൂ. എന്ത് സാധനം വേണ്ടത്? വാങ്ങിച്ചു തരൂ. സാധനം എന്തോന്ന് പറ. എനിക്ക് കുഞ്ഞിക്കുരു വേണം. കുന്നിക്കുരു എന്തിനാ? ആന്നും പറയാക്കത്തില്ല, രഹസ്യ. എന്നാലും പറയാനൊക്കത്തില്ല, വാങ്ങിച്ചു തരൂ. ആ, എത്ര എണ്ണം വേണം? 900. ശരി, 900 മതിയല്ലോ. അതെ, വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ വാങ്ങിച്ചോണ്ട് തരാം. ഇപ്പൊ വീട്ടിൽ പോ. ചെല്ല്. കണ്ണാടി. എന്നിട്ടുണ്ടല്ലോ, ഓരോ ദിവസവും രാജകുമാരി ഓരോ കുഞ്ഞിക്കുരു വീതം എടുത്തു വെക്കുവേ. എന്തിനാ? എന്തിനാന്ന് പറ. എന്തിനാ? ശാപമോക്ഷം കിട്ടാൻ. എന്നാലല്ലേ രാജകുമാരൻ വരത്തുള്ളൂ. എന്നിട്ട് രാജകുമാരൻ വന്നോ മോളെ? പിന്നെ രാജകുമാരൻ വന്നു, രാജകുമാരിക്ക് ശാപമോക്ഷം കിട്ടി. എന്നിട്ടോ? എന്നിട്ടെന്താ, രാജകുമാരനും രാജകുമാരി സുഖമായിട്ട് ജീവിച്ചു. എത്ര നാളാൻ ചോദിക്ക്? എത്ര നാൾ? 900 ദിവസം. അയ്യോ, നല്ല ഒന്നാന്തര കഥ. ഇനി അങ്കിൾ ഒരു കഥ പറയാം. പണ്ട് പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട്, അങ്കിൾ ഇതേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക. വള്ളി നിക്കറൊക്കെ ഇട്ട് പള്ളിക്കൂടത്തിൽ പോണ കാലം. അപ്പോട്ടാ എനിക്ക് മാത്രം കിട്ടിയില്ല. കള്ളം പറയില്ല, എനിക്കല്ല ആദ്യം തന്ന. അത് എനിക്കല്ല, കുട്ടനാ. എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. കള്ളം പറയില്ല, എല്ലാവർക്കും 2 എണ്ണം തന്നു. ശരി, കരയില്ല, വെച്ചോ. കൊതിച്ചി ഇല്ല, ഇനി ആർക്കും ഇല്ല. ഇന്നെന്താ വിശേഷം? ഇന്നെന്റെ ഹാപ്പി ബർത്ത്ഡേയാ. അപ്പൊ ഇന്ന് പായസമൊക്കെ ഉണ്ടാവില്ലോ അല്ലേ? ഉണ്ട്. രാജശേഖരങ്ങളിനും ബാലകൃഷ്ണങ്ങളിനും ചോക്ലേറ്റ് കൊണ്ടുപോയി കൊടുത്തിട്ട് പായസം കൊണ്ടുവരാം കേട്ടോ. വേണ്ട, ഇതാ വെച്ചോ. അത് അപ്പു അപ്പു എനിക്ക് ഒന്നേ കിട്ടിയുള്ളൂ. ഒന്നുകൊടുത്താടാ. എനിക്ക് ഒന്നുകൊടുത്താടാ. ചുമ്മാ രേവതിക്ക് കഥ കേൾക്കണ്ടേ? ഇപ്പൊ കിട്ടിയത് കഴിച്ചാ മതി. ഞാൻ കഥയുടെ കാര്യ പറഞ്ഞത്. കാർഡ് ബ്രീസ് ആയാലും എന്തായാലും നിങ്ങൾക്ക് മധുരം കഴിക്കാൻ പാടില്ല എന്നറിയാലോ. ഡോക്ടറാണ്. എന്റെ കർത്താവേ. രാജേട്ടാ, രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ എന്നാ? രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞ മാസമല്ലായിരുന്നു, ഇനി അടുത്ത. അയ്യോ, അത് പറ്റില്ല. രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ നാളെ വേണം. അതെങ്ങനെ? അതങ്ങനെ, നാളെ വേണം. രേവതിക്കുട്ടി നാളെ വേണം, നാളെ വേണം. ശരി, നാളെ രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ. എന്നിട്ട് നാളെ നമുക്ക് ചോക്ലേറ്റ് വാങ്ങിക്കണേ. എന്നിട്ട് നാണുവിനും മിനിക്കും അപ്പനും കൊടുക്കാവേ. ചിന്നിന് മാത്രം കൊടുക്കണം. എന്നിട്ട് പായസം വെക്കണം. ദേവിയമ്മ പറ. ഇപ്പൊ തന്നെ പറ. ദേവിയമ്മേ, എന്തോ? നാളെ രേവതിക്കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്, നമുക്ക് പായസം വെക്കണം. പിന്നെ ഇപ്പൊ വരാവേ. പപ്പേന്റി, നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ വരണോട്ടാ. ചേച്ചി പറഞ്ഞേ. വരാം. ബിജു, മിനി, എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണേ. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണോട്ടാ. ഇതെന്താകുന്നു? ചൊണ്ണ ഞാൻ അടിച്ചു പൊട്ടിക്കും. ഇതെന്താണ്? ഈ സ്പീഡ് കേട്ടോ. ഈ ശൂലം പോലെ ഇരിക്കണാണ് ഈ സ്പീഡ്.
അപ്പൊ ഇതെന്താ? ഇത് ഫ്ലവർ. ഇത് കണ്ടോ, 2 ഇലയും 1 പൂവും ഫ്ലവർ കേട്ടോ. പിന്നെ ഇത് ഇതെനിക്കറിയാം, ഹാർട്സ്. ഇതങ്ങനെ ഇത് മാത്രം എനിക്ക് മനസ്സിലായത്. ഞങ്ങളുടെ സ്കൂളില് ചേട്ടന്മാര് ചേച്ചിമാർക്ക് എഴുത്തു കൊടുക്കും. ആ എഴുത്തില് ഇങ്ങനത്തെ ഒരു പടം വരച്ച് അവിടെ ഒരു അമ്പും ഉണ്ടാവും. നീ ആള് തിരക്കല്ലല്ലോ മോനെ. ഏതായാലും മേനോന്റെ മാതിരി ആയിട്ടില്ല, നിനക്ക് ഭാവിയുണ്ട്. നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ. വീട്ടിൽ പായസം വെക്കും, എല്ലാവർക്കും തരാവേ. ചിന്നിന് മാത്രം തരൂല. ചോക്ലേറ്റും വാങ്ങിക്കും, അതും തരൂല. പായസം ചോക്ലേറ്റ് ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, കുറെ ആള് കൂടി കിട്ടുമല്ലോ. ഏതായാലും ഒരു പെട്ടി ഷീട്ടും കൂടി വാങ്ങണം, പെന്നാരി ആക്കണം. ആ നമുക്കൊരു കൈ നോക്കല്ലേ, ഒന്ന് മാറട്ടെ. എന്നാലും ഇത് ഇത്തിരി കടന്ന കൈയായി പോയി. ഇല്ലാത്തൊരു ബർത്ത്ഡേ ആഘോഷം. അവനങ്ങനെ രേവതയുടെ താളത്തിനൊത്തുള്ളൂ. എന്താ അവര് ഡള്ളായിരിക്കുന്നേ? സ്ട്രോ വേണ്ടേ? വേണ്ട, ഈ കൂൾ ഡ്രിങ്ക്സ് മാത്രമേ ഉള്ളൂ. ചേട്ടൻ എന്ത് വേണ്ടെന്ന് വെച്ചാൽ ചേച്ചിയോട് പറയാം. അയ്യോ വേണ്ട വേണ്ട വേണ്ട. കണ്ടോ കണ്ടോ, സൂര്യൻ അങ്ങോട്ട് അസ്തമിച്ചതേ ഉള്ളൂ, അതിനു മുമ്പ് ടെൻഷൻ തുടങ്ങിയോ? ഞാൻ വേണേ രാശാനോട് പറയാം. അയ്യോ അവനറിയണ്ട, അവനറിഞ്ഞ പ്രശ്നവും, അത് പ്രശ്നവും. വേണ്ട അവനോട്. നീ ഒന്നും എടുക്കണ്ടട്ടാ, ഞങ്ങൾക്കറിയാം നീ വലിയ ആളാവല്ലേ. ഞാൻ തുറന്നു, നീ തുറന്നു. പ്ലാസ്റ്റിക് കപ്പ. പ്ലാസ്റ്റിക് കപ്പ ഞങ്ങെന്താ വേണ്ട, എന്റെ നിന്നെ കൊണ്ടല്ലോ കരയുന്ന. സോറി സോറി, കരയണ്ട കേട്ടോ. ഇതില് നല്ല നമ്മള് കൂട്ടാണേ. നീ കേട്ടോ, നീ തുറന്ന് നോക്കിക്കോ കേട്ടോ. ഈ ഡീസലിന്റെ വില കുറയ്ക്കണം എന്ന് മറുപടി കൂട്ടുന്നതല്ലാതെ പെട്രോളിന്റെ കാര്യം കമാന്നൊരക്ഷരം ആരും മിണ്ടുന്നില്ല. നിങ്ങൾ ഒരൊറ്റ ആളെ വർത്താനം കേട്ടിട്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നത്. മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കുന്നതിന് ഒരു അതിരുണ്ട് എന്ന് വെച്ച് പറയാനുള്ള കാര്യം പറഞ്ഞു തീർക്കണല്ലോ. നിങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടായി, കോളനിയിലുള്ള പകുതി ആളുകൾ ഒഴിഞ്ഞു പോയത്. അതുകൊണ്ടൊന്നുമല്ല, തന്റെ ഈ മുടിഞ്ഞ ചീട്ടുകളി കൊണ്ടാ. ചീട്ടുകളി അത്രക്ക് മോശം. വളരെ നല്ല കളിയല്ലേ. അവിടെ നീ എവിടെ പോണു? അതെ, ഞാൻ അകത്തേക്ക് എന്നിട്ട് ഒത്തിരി കാര്യമുണ്ട്. ഇപ്പൊ ഞാൻ വന്നേക്കാം. ആ ഓൻ പോട്ടെ, നിങ്ങൾ കട്ടേ. അയ്യോ അയ്യോ, എന്തിനാ എന്റെ ബലൂൺ എടുത്തേ? നീ എടുത്തു, അവിടെ തന്നെ വെയ്, അവിടെ തന്നെ വെയില്ല. ഇത് എന്റെ ബലൂൺ, നീ എന്തിനാ എടുക്കുന്നേ? എടുത്ത് അതേ സ്ഥലത്ത് വെക്ക്. എന്താ എന്താ അവിടെ തന്നെ വെയ്, അവിടെ തന്നെ വെയ്. ഇത് വെക്ക് കൊടുക്കാം. മോക്ക് ഞാൻ വേറെ മേടിച്ചു തരാം. വേറെ കൊണ്ടുപോയി. ഇനി കൊണ്ടോണേ. അപ്പുറത്ത് വേറെ ബലൂൺ ഉണ്ടല്ലോ, ഞാൻ എടുക്കുന്നു. ഈ എടുത്തോ, കാണാലോ. അത് വേറെ ബലൂൺ എടുക്കുന്നു. അവളങ്ങനെ പറഞ്ഞോ? അങ്ങനെ എന്നാ ഇന്ന് നോക്കിക്കോ. എന്താ ലേറ്റ് ആയത്? വരണം. ഇവൻ ബാലകൃഷ്ണൻ, നാഷണൽ ഇൻഷുറൻസിൽ അസിസ്റ്റന്റ് മാനേജർ. ബാലകൃഷ്ണ, ഇത് രാധിക, എന്നോടൊപ്പം എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുക. മനസ്സിലായി. 100 പേര് ജോലി ചെയ്യുന്ന ഒരു ഓഫീസിൽ നിന്ന് മിസ് രാധികയ്ക്ക് മാത്രം സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഉള്ളപ്പോ കക്ഷിക്കുള്ള സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് മനസ്സിലായി. കുട്ടി നേരത്തെ സോപ്പിട്ടോ, ഭാവിയിലെ ചേട്ടത്തിയമ്മേ. കേക്ക് മുറിക്കണ്ടേ? പിന്നെ വാ. Happy birthday to you. Happy birthday to you. അപ്പൊ ഇനി നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് വാ. ശരിക്കും അടിക്കാത്തോണ്ടല്ലേ? പോയി എടുത്തോണ്ട് വരാൻ. അല്ലേ, എനിക്ക് മനസ്സില്ല. പോയിട്ട് എടുത്തിട്ട് വാ. പോയി എടുത്തോണ്ട് വരാനാ പറഞ്ഞത്. എനിക്ക് മനസ്സില്ലാന്ന്. നിങ്ങൾ പോയിട്ട് എടുത്തിട്ട് വാ. അവളുടെ ഒരു അഹമ്മതി. കളിക്കണം നിങ്ങൾ എടുത്തിട്ട് വന്നാൽ മതി.
എന്താടോ എന്തേ എന്തേ കുനിഞ്ഞു കുനിഞ്ഞു നടക്കണത്? അയ്യോ എന്റെ നെഞ്ചിന് നെഞ്ചിന് ഒരു ഭയങ്കര വേദന. സൂക്ഷിക്കണം, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും. വാ, ഞാൻ പരിശോധിച്ച് കൊടുത്തു. ഞാൻ പരിശോധിപ്പിച്ചു, ഇപ്പൊ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. ഞാൻ ഇവിടെ ഉള്ളപ്പോ തന്നോട് വേറെ ഡോക്ടറെ കാണാൻ ആരാ പറഞ്ഞു? അല്ല, ഇത് ആയുർവേദമാ, അതുകൊണ്ടല്ലേ. ആയുർവേദം? അലോപ്പതിയിൽ കഴിഞ്ഞ ആഴ്ച ഒരു പുതിയ മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്, ഒക്കോപി 220 എന്തെങ്കിലും ഉണ്ട്, ഞാൻ തരാം. അയ്യോ, എനിക്ക് മരുന്ന് കഴിക്കാൻ സമയമായി, ഞാൻ വരട്ടെ സാറേ, പിന്നെ കാണാം. താനൊന്നും നേരെ ആവൂലോ, ഹാർട്ട് അറ്റാക്ക് വെച്ചാ സൈക്കിളിൽ ഓട്ടുന്നത്. എന്താ രേവതി കുട്ടി ഇത്? മതി ഉറങ്ങിയത്, എനിക്ക് നിനക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ ഓഫീസിൽ പോ. ഇന്ന് എനിക്ക് ഓഫീസില്ല, ഞായറാഴ്ചയല്ലേ. എന്നാ ഞാൻ പോവും. ആ പൊയ്ക്കോ. ഞാൻ പോവുന്നു. പൊയ്ക്കോ. ഞാൻ ഓഫീസിൽ പോകും. വെള്ളം ഒന്നും ഉണ്ടാകല്ലേ, പിന്നെ കുച്ചിരിത്തരവൊന്നും കാണിക്കല്ലേ, ദേവമ്മ വഴക്കൂടല്ലേ. ഇല്ല. ദേവമ്മേ, ഞാൻ ഓഫീസിൽ പോവാണ്. നന്നായിട്ട് നോക്കണേ. നല്ല കുട്ടിയായിട്ടിരുന്നോണേ. അപ്പനോടും ചിന്നോടും വഴക്കൂടരുതേ. ഞാൻ നേരത്തെ വരാവേ. വരുമ്പോ മിക്കി മൗസിന്റെ കാസറ്റ് കൊണ്ടുവരണം, പിന്നെ പുതിയ പാട്ടിന്റെ കാസറ്റും കൊണ്ടുവരണം. ഇതിങ്ങനെ പിടിച്ച് തിരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, മുടി വൃത്തിയിടാക്കാൻ. അയ്യോ കരല്ലേ. പപ്പേന്റെ വീട്ടിൽ പോയിരുന്നോണേ. ഞാൻ പപ്പേന്റെ വീട്ടിൽ പോവില്ല, പപ്പേന്റെ ചീത്ത. മിടുക്കൻ. കേട്ടോടാ. അല്ല കൊച്ചമ്മേ, എനിക്കൊരു സംശയം. ഇതിൽ ആർക്കാ വട്ട്? അങ്ങേർക്കാണോ അതോ മറ്റേ പെങ്കൊച്ചിനോ? താൻ തന്നെ പോയി അന്വേഷിക്കേ. രേവതി ഭയങ്കര കുസൃതിയാണല്ലേ. കൊച്ചു കുട്ടികളുടെ സ്വഭാവം. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വന്ന ടൈഫോയിഡ് ബ്രെയിനിനെ എഫക്ട് ചെയ്തു. പിന്നെ അവളുടെ മനസ്സ് വളർന്നിട്ടില്ല. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെ ആയാൽ കുറച്ചുകൂടെ പക്വത വരുമെന്നാ ഡോക്ടർമാർ പറയുന്നത്. പക്ഷേ എന്താ, മാനസിക വളർച്ചയില്ലാത്ത ഒരു പെണ്ണിനെ ആര് കല്യാണം കഴിക്കാനാ? വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട, ഒക്കെ ശരിയാവും. അങ്ങനെ ആശ്വസിക്കാം, അല്ലാണ്ട് എന്ത് ചെയ്യാനാ? അവൾക്ക് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാം ഞാനാ. നമ്മുടെ കല്യാണം കഴിഞ്ഞാ നീയും അതുപോലെ ആവണം. ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? പൂജ ഹോളിഡേസിന് നമുക്ക് 3 പേർക്കും കൂടി എങ്ങോട്ടെങ്കിലും ഒരു ഹോളിഡേ ട്രിപ്പ് നടത്തിയാലോ? അവളെയും കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാ ഇത്തിരി ബുദ്ധിമുട്ടാ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇതാണ് രാജാവ്, കണ്ടോ തലപ്പാവൊക്കെ. മിണ്ടരുത്, കിരീടം എന്നെ പഠിപ്പിക്കണം. ആ, കിരീടം ചൂടിയ രാജാവ്. ഇത് റാണി, ഇത് ജാക്കി. 9. ഇതെന്താ തെരഞ്ഞെടുക്കണേ? രാജകുമാരൻ രാജകുമാരി എവിടെ? രാജകുമാരനും രാജകുമാരിയും ഒക്കെ അവിടെ കൊട്ടാരത്തില്. ഇത് കളിയാണ്, അതൊന്നും ഇവിടെ ഉണ്ടാവില്ല. ഇതില് രാജാവും റാണിയും ഉണ്ടാവും. അതെ, ഈ രാജാവിന് മക്കളില്ല, പിന്നെ എവിടെ നിന്നാണ് രാജകുമാരനും രാജകുമാരിയും ഒക്കെ ഉണ്ടാവുക? എനിക്കറിയാം രാജകുമാരി എവിടെയാണെന്ന്. എവിടാ? രാജകുമാരി ഉണ്ണിക്കുരുവും വെച്ച് കാത്തിരിക്കുക. ഉണ്ണിക്കുരും വെച്ച് കാത്തിരിക്കും? ആ, ശാപമോക്ഷം കിട്ടാൻ. നല്ല ആളാണ് ഞാൻ കളി പഠിപ്പിക്കുന്നത്. ഇവരൊക്കെ പഠിപ്പിക്കുന്നത് ഇന്നെ വേണം ചവിട്ടാൻ. മതി മതി മതി. അക്ബരിക്കയുടെ പടം. അയ്യേ, എന്റെ അച്ഛൻ ഡീസന്റ് മേനോന്റെ പടം. ഒന്നേ അമ്മക്ക് ഓരോ ഫോട്ടോ ഇവിടെ ഫ്രെയിം ചെയ്ത് വെച്ചോട്ടെ. ആ
അല്ല അത് മുഴുവൻ കീറി നശിപ്പിച്ചോ. ഇതിന് ഭേദന്റെ നെഞ്ഞു കുത്തി പൊളിക്കാല്ലേ. മോനെ രാശേരാ, നിന്റെ ഐഡിയ കൊള്ളാം. നെയ്യപ്പം തിന്നാ രണ്ടാ ഗുണം. അപ്പം തിന്നാം, കയ്യിലാവുന്ന എണ്ണ തലയിലും തടവാം. എന്റെ അല്ല, രാധികയുടെ ഐഡിയ ആണ്. ആഹാ, നിന്റെ രാധികയ്ക്ക് ബുദ്ധിയുണ്ടല്ലോടാ. നാത്തൂനെ നേരത്തെ കയറി അങ്ങ് സോപ്പിടാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? പക്ഷെ ബാല, രേവതിയെ കൊണ്ട് പുറത്തു പോവാന്നൊക്കെ പറഞ്ഞാ അതിന്റെ ബുദ്ധിമുട്ട് നിനക്കറിയാമല്ലോ. സാധാരണ ഒരു ഫംഗ്ഷനും ആരും എന്നെ ക്ഷണിക്കാറില്ല. രേവതി കൂടെ വന്നിട്ട് അലമ്പുണ്ടാക്കുമെന്ന് കരുതിയിട്ടാ. ഇനി ആരെങ്കിലും ക്ഷണിച്ചാൽ തന്നെ ഞാൻ പോവാറില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അവളൊരു പരിഹാസപാത്രം, ഒരു നോക്കൂത്തിയാവുന്നത് എനിക്ക് സഹിക്കാനാവില്ല ബാല. ആ, അതാ നിനക്ക് പറ്റുന്ന തെറ്റ്. ഈ ഹൗസിംഗ് കോളനിക്ക് പുറത്തും ഒരു ലോകം ഉണ്ടെന്ന് രേവതി അറിയണം. പലതും നേരിൽ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോഴല്ലേ അവളുടെ മനസ്സിനൊരു വളർച്ചയുണ്ടാവൂ. അതുകൊണ്ട് നീ ഇതിന് സമ്മതിക്കണം. അമ്മാവൻ അറിയുമ്പോ തൽക്കാലം രാധിക കൂടെ ഉണ്ടെന്നുള്ള കാര്യം അമ്മാവൻ അറിയണ്ട. അഥവാ അറിഞ്ഞാൽ തന്നെ ഞാൻ മാനേജ് ചെയ്തോളാം. 2 സ്മോളിൽ ഒതുക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എനിവേ, വിഷ് യു എ ഹാപ്പി വെക്കേഷൻ. താങ്ക് യു. തുറക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വരാവേ. സോറി. അയ്യോ വേണ്ടായേ, എനിക്ക് കുളിക്കണ്ടായേ. രേവതിക്കുട്ടി നിക്കാനാ പറഞ്ഞത്. വെറുതെ ചേട്ടന്റെ കയ്യിൽ തല്ലി കൊള്ളരുത്. അവിടെ നിക്കാനാ പറഞ്ഞത്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ ഇന്ന് തേക്കത്തില്ല. തേക്കണം, വേണ്ട തേക്കണം. ഇല്ലടി ഇവിടെ. ഞാൻ ഇന്ന് തേക്കത്തൂല്ല, കുളിക്കത്തൂല്ല. ആഹാ, എന്നാ ഒന്ന് അറിയണം. ഇല്ലടി ഇവിടെ. അയ്യോ, എന്റെ പുറകെ ഓടി വരണേ. രേവതി, അയ്യോ, അമ്പടെ കേമി എന്നാ നിന്ന് തേപ്പിച്ചിട്ട് ബാക്കി കാര്യം. ഇല്ലടി ഇവിടെ. നിക്കാനാ പറഞ്ഞു. വീടും വീണാലും സാരമില്ല, ഞാൻ കുളിക്കത്തില്ല. എന്നെ അവിടെ നിക്കാനാ പറഞ്ഞത്. വീണോട്ടെ. എന്റെ അമ്മോ, അയ്യടാ, ഒരുത്തൻ തലയും കുത്തി വീണപ്പോ നിന്ന് ചിരിക്കുന്ന. അതെ, ആണുങ്ങൾ ചെയ്യേണ്ട പണിയെ ആണുങ്ങൾ ചെയ്യാവൂ. ഇതൊക്കെ പെണ്ണുങ്ങളുടെ പണിയാ. ആഹാ, അത് ശരി. എന്നാ പിടി, ഒന്ന് കാണിച്ചേ പെണ്ണുങ്ങളെ മിടുക്ക്. നല്ല കുട്ടിയായിട്ട് രേവതിക്കുട്ടി വേഗം കുളിച്ചു വരും. രാജേട്ടൻ കണ്ടോ? രേവതിക്കുട്ടി കുളിച്ച് സുന്ദരിയായിട്ട് വരും. ഇത് വേണ്ട, ഇത് വേണ്ട. കുളി കഴിഞ്ഞ് ചേച്ചിയും രേവതിയും കൂടെ ഐസ്ക്രീം മേടിച്ചു കഴിഞ്ഞു. രാജേട്ടന് കൊടുക്കണ്ടേ? രേവതിക്ക് ചേച്ചി കഥ പറഞ്ഞു തരട്ടെ? കുളി കഴിഞ്ഞ് പറഞ്ഞുതരാട്ടോ. കുളി കഴിഞ്ഞ് പറഞ്ഞു തരട്ടെ. അയ്യേ, എന്താ ഇത്? അയ്യേ, എന്താ ഇത്? പെണ്ണുങ്ങളെ മിടുക്ക് കണ്ടേ. പാലരുവി കുളിരണിയും കിന്നാരക്കുരവയുമായി ചങ്ങാലിപ്പൂങ്കുരുവി പോരാമോ? പാലരുവി കുളിരണിയും കിന്നാരക്കുരവയുമായി ചങ്ങാലിപ്പൂങ്കുരുവി പോരാമോ? താഴ്വാരങ്ങൾ പുതമഞ്ഞാടുമ്പോൾ നെല്ലോലമേലും പൊൻവരമ്പിന്നോരമായി പാലരുവി കുളിരണിയും കിന്നാരക്കുരവയുമായി ചങ്ങാലിപ്പൂങ്കുരുവി പോരാമോ? മേലാട് പീലിമിനുക്കാൻ വാ മേടക്കാറ്റിൽ കണിവെള്ളരി വള്ളിയിലാടാനായി വാ.
സ്വരപല്ലവി പാടി തിരഞ്ഞൊറിയും പെരിയാറിൻ സ്വരപല്ലവി പാടി തിരഞ്ഞൊറിയും പെരിയാറിൻ മാന്തോപ്പിൽ കണ്ടില്ലേ കൊട്ടും കുഴലും താളവും ഇഴുകിയ മേളം കിളിമകളെ പാലരുവിക്കുളിരണിയും കിന്നാരക്കുരവയുമായി ചങ്ങാലിപ്പൂങ്കുരുവി പോരാമോ താഴ്വാരങ്ങൾ ഉദമഞ്ഞാടുമ്പോൾ നെല്ലോല നീളും പൊൻവരമ്പിന്നോരമായി പാലരുവിക്കുളിരണിയും കിന്നാരക്കുരവയുമായി ചങ്ങാലിപ്പൂങ്കുരുവി പോരാമോ കൊത്തങ്കല്ലാടി നടക്കാൻ കളിയൂഞ്ഞാലിൽ മുത്തശ്ശി കഥയിൽ മയങ്ങാനായി വാ കൊത്തങ്കല്ലാടി നടക്കാൻ വാ കളിയൂഞ്ഞാലിൽ മുത്തശ്ശി കഥയിൽ മയങ്ങാനായി വാ കുഞ്ചവയൽ കരയിൽ പകലൊഴിയും വഴിയോരം കുഞ്ചവയൽ കരയിൽ പകലൊഴിയും വഴിയോരം പാടാൻ വാ നേരം പോയി മുത്തുവിളക്കു കൊളുത്തി മാനം നീളെ കിളിമകളെ പാലരുവിക്കുളിരണിയും കിന്നാരക്കുരവ് കിന്നാരക്കുരവയുമായി ചങ്ങാലിപ്പൂങ്കുരുവി പോരാമോ താഴ്വാരങ്ങൾ ഉദമഞ്ഞാടുമ്പോൾ നെല്ലോല നീളും പൊൻവരമ്പിന്നോരമായി പാലരുവിക്കുളിരണിയും കിന്നാരക്കുരവയുമായി ചങ്ങാലിപ്പൂങ്കുരുവി പോരാമോ നുണ പറയരുത്. നോക്കിയില്ല പറഞ്ഞില്ലേ കള്ളൊന്നുമല്ല ഞാൻ കണ്ടത്. നോക്കിയില്ല. ദേവകുട്ടി എറിയരുത് കണ്ണു നോക്കി ഞാൻ കണ്ടതാ. എറിയരുത് എറിയരുതെന്നാ പറഞ്ഞത്. നിന്നോടാ പറഞ്ഞു എറിയരുതെന്ന്. എറിയരുത്. രാജേട്ടാ, സാരമില്ല, എനിക്കങ്ങനെ വേദനിച്ചൊന്നുമില്ല. വന്നു കിടക്കും. ഇന്നു വരെ ഞാൻ അവളെ നോവിച്ചിട്ടില്ല. രേവതി ഒന്നും അറിഞ്ഞോണ്ടല്ലോ ചെയ്തത്. അതാ എനിക്കും വിഷമം. അവളെവിടെ? കരഞ്ഞെറിഞ്ഞിരിക്കുക. രാജേട്ടൻ വന്ന് പറഞ്ഞാലേ അവക്ക് സമാധാനാവും. വരൂ രാജേട്ടാ. നമുക്ക് നാളെ തന്നെ മടങ്ങാം. രാധിക ലൈറ്റ് അണച്ച് കിടന്നോളൂ.
പേടി പേടിക്കട്ടെ. രേവതി കുട്ടിയാ ഞാൻ. നീ എപ്പോ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഞാനേ ചിന്നുവിനെ പോയി പേടിപ്പിച്ചിട്ട് വരാം കേട്ടോ. ആരുടെ പറയല്ലേ, പേടിപ്പിച്ചിട്ട് വരാതെ. ഡീസലിനും പെട്രോളിനും വില കുറഞ്ഞു എന്നുള്ള പ്രശ്നമില്ല. എന്താടാ എന്താ കാര്യം? എന്താ കാര്യം അറിയില്ലല്ലേ? മനസ്സിലായില്ല. നിങ്ങൾ കാര്യം എന്താണെന്ന് പറ. കാര്യം എന്താണെന്നോ? വാപ്പാ, മേനോനുള്ള ഒരാളെ തല്ലുന്നു. അയാൾ കള്ളു കുടിച്ച് ബഹളം വെക്കുന്നതായിരിക്കും. ഒന്ന് പോയി നോക്ക് വാപ്പാ. അയാൾ തല്ലി കൊന്നാലും ശരി, ഈ കളി തീരാതെ അക്ബർ എണീറ്റ് പോണ പ്രശ്നമല്ല. അവിടെ ആ മതി അടിച്ചിട്ട് കൈതാ. മനസ്സിലായില്ല. കാര്യം പറഞ്ഞിട്ടിരിക്കുക. അയ്യോ മനസ്സിലായില്ല. മനസ്സിലായി. എന്ത് മനസ്സിലായി? നിങ്ങൾക്ക് എന്തോ പെശ കൊണ്ടെന്ന്. മാനമര്യാദയ്ക്ക് പെണ്ണ് ജീവിക്കാൻ പറ്റില്ല അവിടെ അല്ലേ? ഭാര്യാവർത്തകം വരെ ജീവിക്കാൻ പറ്റില്ല. ആണെങ്കിലല്ലേ ഇന്ന് ശരിക്കും പഠിച്ചിട്ട് നിന്നെ നോക്കിയല്ലേ ഇവൻ കയ്യും കലാശം കാണിച്ചത്. എന്റെ പൊന്ന് അക്ബറക്കാൻ, ഞാൻ മര്യാദയ്ക്ക് സൈക്കിൾ വെട്ടി ഇതുവഴി പോയപ്പോഴാണ് എന്നെ വെറുതെ നേരത്തെ തുടങ്ങിയോ? അല്ല സംസു, നീ ഇപ്പൊ ഇതിലെങ്ങനെ ഇങ്ങോട്ട് വന്നത്? ഞായറാഴ്ച കട തുറക്കൂല. അപ്പൊ ഞാൻ റോഡുകളിലൂടെ എങ്ങനെ മര്യാദയ്ക്ക് നടക്കാൻ ഇറങ്ങും. അതാണ് എന്റെ ഒരു. നീ ഇങ്ങനെ വെറുതെ നടക്കൊണ്ടാണ് എനിക്ക് തല്ലിട്ടുന്നത്. അതെ, സത്യമായിട്ട് ഇതുവരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവരാ ഞാൻ. അറിയോ? അതെനിക്കറിയില്ലേ. നീ ഒരു കാര്യം ചെയ്യ്, വെറുതെ ഇങ്ങനെ തല്ലുകൊണ്ട് എടുക്കാതെ വാ, നമുക്കൊന്ന് ഷീട്ട് കളിക്കാം. ഈ ഷീട്ട് കളി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിനും ബുദ്ധിക്കും വളരെ നല്ലതാ. ലൈഫ് ഈസ് പ്ലേ ആൻഡ് എൻജോയ് എന്നാ. വാ വാ. അമ്മ വേഗം ഇറങ്ങിയില്ലെങ്കിലേ വണ്ടി അതിന്റെ പാട്ടിന് പോകും. എല്ലാം എടുത്ത് വെക്കണ്ടേ ബാല? ഈ അച്ചാറും ഉപ്പേരിയൊക്കെ ബോംബെയിലും കിട്ടുമല്ലോ. ബോംബെ കിട്ടും, പക്ഷേ ഇതിന്റെ രുചി വേറെയാ. അല്ല ഇതെന്തുവാ? അവലൂസ് പൊടി. പവിത്രന് വലിയ ഇഷ്ടാ. അതിൽ വെക്കാം. പോകല് കണ്ടിട്ട് അമ്മ ബോംബെ തിരിച്ചു വരുന്ന ലക്ഷണം ഇല്ലല്ലോ. ഏയ്, സുഭദ്രയുടെ പ്രസവം കഴിഞ്ഞാൽ ഏരിയ 2 ആഴ്ച. അതിനുള്ളിൽ ഞാനിവിടെ എത്തും. എത്തിയില്ലെങ്കിലേ ഏതെങ്കിലും ഒരു പെണ്ണേം താമസിപ്പിച്ച് ഞാനിവിടെ അങ്ങ് കൂടും. ഓ പിന്നെ ഞാൻ വന്നാലേ ചൂലെടുക്കും. അമ്മ ബോംബെയിലൊന്ന് അന്വേഷിക്ക്. ഇവന് പറ്റിയ നല്ല സ്റ്റൈലും പരിഷ്കാരി പെണ്ണുങ്ങളുണ്ടാവും. അതൊന്നും വേണ്ട. ഇവിടെ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാമ്മേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. ഇതും കൂടെ എടുത്തു. ബാലകൃഷ്ണ ഒന്ന് സഹായിക്കടാ. ഒരു കൊച്ചു ബാഗ് എടുത്തോണ്ട് അവനങ്ങ് പോയി. ബാല, നീ സമയത്തിന് വല്ലതും കഴിക്കണേ. രാജാ, അവനെ ഒന്ന് ശ്രദ്ധിച്ചോണേ. അക്കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട. വയറ് വശന്നാൽ എനിക്ക് കണ്ണ് കണ്ടുകൂടെ അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അല്ലേ രേവതിയുടെ? അവളാ ചിന്നുന്റെ വീട്ടിൽ വല്ലതും കാണും. ഞാനും വരാം സ്റ്റേഷനിലേക്ക്. കേറിക്കോ. അയ്യോ എന്റെ അയ്യോ, ആരെങ്കിലും ഓടി വരണേ. എന്റെ അയ്യോ. ചിരിക്കല്ലേ, എനിക്ക് മറന്നുപോയേ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. എന്റെ അയ്യോ, ഞാൻ
ഞാൻ പറയാവേ, മറന്നുപോയതാണ്, ഞാൻ പറയാവേ. ഈ പെരുമാവിനെ കെട്ടിയിട്ട് എല്ലാം പൊട്ടിക്കോ, ഇതും പൊട്ടിക്കോ. ആരടി കിട്ടിയിട്ടുണ്ട് ഒരുത്തം കെട്ടോളെ. പ്രായം കൂടുന്തോറും പെണ്ണിന് അഹമ്മതി കൂടി കൂടി വരിക. എന്തുള്ള പുറപ്പാടാ? ഞാനല്ല, ഇവനാ. ഈയടാ നിക്കണ കണ്ടില്ലേ? ഒരെണ്ണം അങ്ങോട്ട് വെച്ചേരാ വേണ്ടത്. പോയിക്കോടുന്ന് അവിടെ നിൽക്കണം, അവിടെ നിൽക്കണം. അവന്റെ കണ്ണടി മീശയും കോപ്പും മൂക്കടയും നിന്നെ നീ കൊല്ലടാ. ചേരച്ച് തന്തയുടെ മോന്തയ്ക്ക് കയറിയാണ്ടോ ചേരാ. പോടാ ഓട് ഓടി. 4 10 പൈസക്കാരൻ മനുഷ്യൻ നടക്കാൻ പറ്റാതെ ഉണ്ട്. കൊച്ചേ നോക്കി നടന്നില്ലെങ്കിലേ വടിച്ചെടുക്കേണ്ടി വരും. നീയും ക്ഷമിക്കച്ചായ, പാവം അറിയാതെ പറ്റിപ്പോയതല്ലേ അല്ലേ മോളെ? എടാ ചായ, ഇതാ പറയണത്, എലി എത്ര മതിച്ചാലും പുലിയാകുകയില്ലെന്ന് ഓരോരുത്തർക്ക് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വണ്ടി വിടും. മിടുക്കി, സ്മാർട്ട് ഗെയിം. ചൊക്ക എന്തൊക്കെ വിശേഷം? ഇങ്ങനെയൊക്കെ പോകുന്നളിയാ. ഇവൻ നമ്മുടെ മച്ചമ്പി ജോസഫ്. ഹലോ. ഇത് മണ്ണുണ്ണി. മനസ്സിലായി? അല്ലല്ല, ബാലേഷൻ. പിന്നെ ഞങ്ങൾ ഇവന്റെ ഒരു ബിസിനസ് ആയിട്ട് ഇറങ്ങിയതാ. നിന്നെയും കൂടെ കണ്ട് ചളമാക്കിയിട്ട് പോവാന്ന് കരുതി. തള്ളേ നല്ല വിശപ്പ്. അമ്മേന്തി ഉള്ളത് എടുത്ത് വെക്കാൻ പറ. അമ്മ ഇവിടെ ഇല്ല, ചേച്ചിയുടെ പ്രസവത്തിന് ബോംബെ പോയിരിക്കുക. തള്ളേ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചാൽ ഇങ്ങോട്ട് കയറി, അതും ചളവായോ? എടാ ജോസഫേ, ഇവന്റെ ഈ തടിയുണ്ടല്ലോ, പകുതിയും മേലൂർ ഇവന്റെ വീട്ടിൽ നിന്ന് ഓസിയിട്ടുള്ള ശാപ്പാടടിച്ചതാ. അപ്പൊ ബാക്കി പകുതി കൊടുത്ത തമാശകളാ. പിന്നെ തന്നെത്താനെ വെച്ച് കഴിക്കാന്നുണ്ടെങ്കിൽ എന്ത് വേണോ കഴിക്കാം. തള്ളേ അത് മതി. ഇവനുണ്ടല്ലോ ജോസഫ്, ഒന്നാം തരം കുക്കാ. പിന്നെ നീ കുക്ക്. ഞാൻ ജോസഫ്. എടാ നീ ജോസഫ് കുക്ക്. നമുക്ക് ക്രിയാത്മായിട്ട് തുടങ്ങാം. മൊത്തങ്ങളി എന്റെ കൂടെ കൂടല്ലെന്ന് പറഞ്ഞിട്ടില്ലേ? ഞാൻ അടിയിൽ നിന്ന് നിങ്ങളുടെ വീടോടി നീ വെറുതെ എപ്പോഴും എന്റെ അടുത്ത് വഴക്കിന് വരുന്ന നിന്നെ ഉടുപ്പൊക്കെ ഞാൻ വലിച്ചു കീറോടി. നിന്റെ പക്കറ ഉടുപ്പൊക്കെ ഞാൻ വലിച്ചു ഞാൻ അവിടെ കളിച്ചോണ്ടിരുന്നപ്പോ എന്റെ ഊതുമിനൊക്കെ ഊതി അത്രേ ഉള്ളൂ. ചേട്ടൻ വീട്ടിൽ വന്നിട്ട് വലിയ ഉറുമ്പിനെ പിടിച്ചുതരാം. നീയാണ് അവിടുത്തെ ചട്ടമ്പി അടിച്ചീൻ്റെ. നീ കളിക്കാവായേ? എല്ലാ കളിക്കും നീ എല്ലാം തോറ്റു കാണുന്ന അവളെ മത്തം കളി. ഒരൊറ്റ ജോക്കറില്ല, ഒരു ജോക്കർ വാ, ഒരു ജോക്കർ വാ. വന്നില്ല. എന്താണ് ഇത് പ്രശ്നം? എന്റെ ജോക്കറില്ല. എന്റെ അടുത്തൊരു ജോക്കറൊക്കെ ഉണ്ട്. എനിക്ക് കൊണ്ടാടാ. വെച്ചോ വെച്ചോ വെച്ചോ. ഞാൻ പോണു. നീ ഞായറാഴ്ച അവിടെ പോണ്? അല്ല, ഞായറാഴ്ച ആണല്ലോ ഇപ്പൊ എക്സ്ട്രാ ക്ലാസ്. എന്നാ പോയിക്കോ, എന്നാ പോയിക്കോ. ഓടി. ഞാൻ കളിച്ചാൽ തോറ്റു. ഇത് മിഡിൽ സ്കൂട്ട് ചെയ്തു. നന്നായി. അതെന്നാ ഇത് കളി ഒൻകാട് ടച്ചിനാണ്. എന്താണ് കൈ നോട്ടെ, എന്റെ സീറ്റ് നോട്ടെ. ഞാൻ എന്റെ സീറ്റ് പിടിച്ചിട്ടുണ്ടോ നോക്കാനാണ്. ചേട്ടാ അടിച്ച കൈയാണല്ലോ. അതെയോ? എന്നാലേ എനിക്ക് ക്ലബ്സ് സ്പീഡ് ഇങ്ങനെ എപ്പോഴും മാറിപ്പോ. അതുകൊണ്ടാ ഞാൻ പോട്ടെ. എവിടെ? കടയിലേക്ക്. ഞായറാഴ്ച കടയിലാണ്. ഞായറാഴ്ച പിന്നെ കടയില്ല. സ്റ്റോക്ക് വരും, അതിന്റെ കണക്കെടുക്കണം. ആയിക്കോട്ടെ, നമുക്ക് 2 കൂടി പോവാ. നീ ഇത് പിടി. അയ്യോ അത് പറ്റില്ല. ഇപ്പൊ വരാം. ആരെല്ലാം
രാജേര, എന്താ ചേച്ചി? എന്റെ ചിന്നുനെ കണ്ടോ? ഇല്ല, എന്ത് പറ്റി? ഊണ് കഴിപ്പിച്ച് ഉറക്കാൻ കിടത്തിയതാ. ഇപ്പൊ കുട്ടിയെ കാണുന്നില്ല. അവള് വല്ലയിടത്തും കളിക്കാൻ പോയി കാണും. ഇല്ല, അവിടൊക്കെ ഞാൻ അന്വേഷിച്ചു, ഒരിടത്തും കാണുന്നില്ല. ഞാൻ രേവതിയോട് ചോദിക്കും. ആ, രേവതിക്കുട്ടി, രേവതിക്കുട്ടി, രേവതിക്കുട്ടി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. രേവതി കുഞ്ഞേ, രേവതി കുഞ്ഞേ, കാണുന്നില്ലല്ലോ. ഞാൻ ആ മണിക്കുട്ടിയുടെ വീട്ടിലുണ്ടോന്ന് നോക്കട്ടെ. രേവതിക്കുട്ടി, രേവതിക്കുട്ടി. ഞാൻ കണ്ടു, ഒളിക്കാൻ ശ്രമിക്കണ്ട. ഇവിടെ ഇവിടെ നീ ഇതെവിടായിരുന്നു? കയ്യിലെന്താണ്? കൈ കാണിക്ക്, കൈ കാണിക്ക്. തുറക്ക്, തുറക്കാൻ. കണ്ണി മറ്റേ കൈ കാണിക്ക്. തുറക്കടി. എന്താ ഇത്? ചിന്നുനെ ഒരുക്കായിരുന്നു. ഒരുക്കായിരുന്നു? എന്നിട്ട് ചിന്നു എവിടെ? ആ, എവിടെയെന്ന്? എന്തോ അവിടെ. വല്ല ഗുണമുണ്ടോ? ഈ കൈനോട്ടത്തിൽ ആ ശീല വീണത്. തകർത്ത് പിടിച്ച പ്രേമല്ലായിരുന്നു. ഞാൻ ഊരാൻ ശ്രമിച്ചെങ്കിലും അവള് സ്ട്രോങ് ആയിട്ട് പിടിച്ച് പിടിയായിരുന്നു. എന്നിട്ടിപ്പോ അവൾ എവിടെ? അസ്ഥി തൂങ്ങി വീട്ടിൽ തന്നെ ഉണ്ട്. മെമ്പറൊന്നായിട്ട്. പതുക്കെ പതുക്കെ പതുക്കെ. ഞാനിവിടെ കുറച്ച് ഡീസന്റ് ആയിട്ട് ജീവിക്കുക. തള്ളേ, ഇവൻ ഡീസന്റാ? മണ്ണുണ്ണി ഡീസന്റാ? ഞാൻ ഡീസന്റ്. ബ്രിഗേഡിയറുടെ മോള് ഓർമ്മയുണ്ടോടാ? അന്ന് ഞങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിലേ ബ്രിഗേഡിയറുടെ കയ്യിൽ നിന്ന് ചാകാൻ. അതുപോലെ അബദ്ധം എല്ലാവർക്കും പറ്റൂല. അത് ശരി, ഒരബദ്ധം ആർക്കും പറ്റാം. അപ്പൊ ശോശാമ്മയുടെ കാര്യോ? അത് മറ്റൊരബദ്ധമല്ലേ? ഇവന്റെ ഡീസൻസിന്റെ ലിസ്റ്റ് എടുത്താ ഇന്നൊന്നും തീരില്ല. ആരും ഓടിക്കാതെ ക്രിയാറ്റ് ഓരോന്നൂറ് ഒഴേ. അയ്യോ, മണി 7 അല്ലയാ, നമുക്ക് പുറത്തു പോയി ഒന്നുകൂടെ സംഘടിപ്പിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ തന്നെ അപ്പുറത്തൊരു ഡീസന്റ് മേനെ കൊണ്ടോ. അയ്യോ, നിന്നെ പോലെ അല്ല, തള്ളേ പോലെ. അത് കറക്റ്റ്. അയാളെ കൊണ്ട് നാട്ടുകാർ പൊറുതി മുട്ടിയിരിക്ക. നീയൊക്കെ കൂടെ ചേർന്ന് ദേവി ചെയ്ത് എന്നെ നാട്ടുകാരെ കൊണ്ട് കേറി മേയ്ക്കല്ലേ. എന്നാ പിന്നെ ഇവര് രണ്ട് വാങ്ങിച്ചു കൊടുത്തതിന്റെ ബാക്കി കാര്യം. മറ്റേ തന്നാരം പാടുന്നില്ല. വേണ്ട, നമുക്ക് മറ്റേ അടിക്കാം. ഏത്? തന്നാരം. ഇവിടെ പാടാൻ പറ്റത്തില്ല. ഇവിടെ നമ്മൾ വെള്ളം പാടിച്ചിട്ട് ഇപ്പോഴും പാടും. പക്ഷെ ഇന്ന് പാടുന്നില്ല. പാടും. എന്റെ പൊന്നുകളെ പാടല്ലേ. പാട്. താനാരോ തക്കം തന്തിന്നാരോ, തന്നാരോ തക്കം തന്തിന്നാരോ. താനാരോ തക്കം തന്തിന്നാരോ, തന്നാരോ തക്കം തന്തിന്നാരോ. താരിക്കിക്കിരി മുക്കിരി നാക്കിരി തന്തിന്നാരോ, താരിക്കിക്കിരി മുക്കിരി നാക്കിരി തന്തിന്നാരോ. മഴ പാറ്റി തേറിപ്പോയി തിരമാറിക്കടലിപ്പോയി, ഓടക്കാറാടി മാറി തിമിരിക്കാട്ടിപ്പോയി, തിമിരിക്കാട്ടിപ്പോയി. കാരിക്കിക്കിരി മുക്കിരി നാക്കിരി തന്തിന്നാരോ, കാരിക്കിക്കിരി മുക്കിരി നാക്കിരി തന്തിന്നാരോ. ഒന്നാം കൊട്ടത്ത് മുത്തുപൊഴിഞ്ഞു, തന്നാരോ തന്തിന്നാരോ. കോട്ട വളഞ്ഞൊരു കൂട്ടമണഞ്ഞു, തന്നാരോ തന്തിന്നാരോ. വന്നൊരു കൂട്ടരും ഉള്ളൊരു കൂട്ടരും, തന്നാരോ തന്തിന്നാരോ. തമ്മിലടിച്ചവർ തട്ടിയുടഞ്ഞു, തന്നാരോ തന്തിന്നാരോ. കാണാൻ വന്നൊരു കന്നാലിപ്പിള്ളര് മുത്താഞ്ചിപ്പിയെ തട്ടിയെടുത്ത്, അയ്യാ തട്ടിയെടുത്ത്. താനാരോ തക്കം തന്തിന്നാരോ, തന്നാരോ തക്കം തന്തിന്നാരോ. കാരിക്കിക്കിരി മുക്കിരി നാക്കിരി തന്തിന്നാരോ, കാരിക്കിക്കിരി മുക്കിരി നാക്കിരി തന്തിന്നാരോ. മഴ പാറ്റി തേറിപ്പോയി തിരമാറിക്കടലിപ്പോയി, ഓടക്കാറാടി മാറി തിമിരിക്കാട്ടിപ്പോയി, തിമിരിക്കാട്ടിപ്പോയി. കാരിക്കിക്കിരി മുക്കിരി നാക്കിരി തന്തിന്നാരോ,
താരി കിക്കിരി മുക്കിരി നാക്കിരി തന്നിന്നാരോ താനാരോ തക്കം തന്നിന്നാരോ താനാരോ തക്കം തന്നിന്നാരോ താനാരോ തക്കം തന്നിന്നാരോ തന്നാരോ തക്കം തന്നിന്നാരോ താനാരോ തക്കം തന്നിന്നാരോ തന്നാരോ തക്കം തന്നിന്നാരോ. എവിടാ ശംസു? ഇപ്പൊ വരും. ഉടനെ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കാത്തിരിക്കാം. ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി. നിനക്ക് കാഴ്ച കളിക്കാൻ അറിയാം? ഇല്ല. നിനക്ക് എത്ര വയസ്സായി? 18. ഇനി എപ്പോഴാണ്ടാ ഇതൊക്കെ പഠിക്കുന്നത്? ലൈഫിലൊരു പുരോഗമനമൊക്കെ വേണ്ടേ? ഞാൻ 8ാമത്തെ വയസ്സ് പഠിച്ചിട്ടുണ്ട് ഇക്കളി. ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലേ ആൻഡ് എൻജോയ് എന്നാ. വാ. ആയിക്കോട്ടെ. സൈനബയ്ക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്കിഷ്ടാ, പക്ഷെ ഉമ്മയും അറിയുമ്പോഴാ പോവില്ലേ. എന്ത് പുകില്? നിന്റെ വാപ്പയ്ക്ക് 5 പെട്ടി ഫോറിൻ ചീട്ട് വാങ്ങിച്ചു കൊടുത്താൽ സംഗതി ക്ലീൻ. പെണ്ണിനെ അപ്പ പിടിച്ച് കൈ തരും. അയ്യോദേ വാപ്പ. നിന്റെ മുതലാളി വരുന്നിട്ടൊന്നും നീ ഭരിക്കണ്ട. അവനെ കളി പഠിപ്പിച്ചേ ഞാനാണ് കേട്ടോ. അതാ ശംസു വന്നു. നിന്നെ കളി പഠിപ്പിക്കുന്ന നേരം കൊണ്ട് അവനായിട്ട് 4 കൈ ജാസ്തി കളിക്കാം കേട്ടോ. അയ്യോ, ഇവിടെ ഇങ്ങനെ നിക്കട്ട. പാപ്പയ്ക്ക് കൂടുതൽ സംശയം തോന്നും. സൈനോ പൊക്കോ, ഞാനിപ്പോ വരാം. ഇവനല്ലേ തിരിച്ചു പോണ്. എടാ ശംസു, ശംസ് അവിടെ നിൽക്കുന്നു. അല്ല നിക്കടവിടെ, അവിടെ നിൽക്കാൻ. ഇവനാളെ പറ്റിച്ചു പോവുക. അവിടെ നിൽക്കാനല്ലേ പറഞ്ഞോട്. അതാ അയാളുടെ കയ്യിൽ എങ്ങാനും കിട്ടിയ മോളെ പഞ്ചാര അടിച്ചതിന് എന്റെ ചങ്കിടിച്ച് മാറ്റും. എടാ നിക്കടവിടെ. നീ എത്ര ഓടിയാലും എന്നെ ഞാൻ വിടില്ല. നീ വിചാരിക്കല്ലേ ഒന്നുമില്ല എന്നെക്കാട്ടി എന്തിനു മുമ്പില്ലടാ എനിക്ക്. നീ സൈക്കിൾ മേലല്ല, ഈ കാറിലാണെങ്കിലും ശരി അക്ബർ വിടുന്ന പ്രശ്നമില്ലെന്ന് കേട്ടോ. അയ്യോ, ഇനി മേലാൽ അങ്ങനെ ഉണ്ടാവില്ല അക്ബരക്കാ. ഉണ്ടാവണ്ടടാ. എടാ ആളെ ചതിക്കണ്ടടാ കേട്ടോ. രക്ഷിക്കണേ, ഓടിവായോ ഓടിവായോ. അല്ല രക്ഷിക്കാൻ തന്നെ ഞാൻ പറഞ്ഞു. നിക്ക്, ഞാൻ കാണിച്ചു തരാം. കുറച്ച് സൈക്കിൾ ഞാൻ വിളിക്കാം. സൈക്കിൾ ഇല്ല, രണ്ടേ സൈക്കിൾ എന്നെ ഓടിച്ചേ. ആടാ ഒരു തവണത്തേക്ക് എന്നെ വിട്ടാരാ അക്ബരക്കാ. വിശ്വസിച്ചോ ചതിക്ക നമുക്ക്. അയ്യോ ഓടി വന്നേ, രക്ഷിക്കണേ ഡോക്ടർ സാറേ. അക്ബരക്കാ നട്ടുത്തിക്ക് പട്ടച്ചാരടിച്ച് വിറ്റായിപ്പോയി. ഒരു മാല ജീവമാണെങ്കിൽ അച്ഛൻ്റെ ഒരു കാര്യമായിട്ട് പോകുമ്പോ അന്നെ വിടുന്ന പ്രശ്നമില്ലടാ. ആ ഓടി തന്നെ വരുന്നതാണ് കേട്ടോ. സോറി അക്ബരക്കാ, സോറി പറഞ്ഞാ വിടണം. മനുഷ്യനെ പഞ്ചിക്ക് ഓടി വരണേ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ആ ഒരു മനുഷ്യനില്ല. അല്ല ഓരോ വില കടിച്ചു വരും മനുഷ്യനെ. ഓറഞ്ച് 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 ജീവിതത്തിൽ അല്ല ഇനി ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. അല്ല സൈക്കിൾ ബ്രേക്ക് പോയാൽ പഠിച്ചാൽ ബ്രേക്ക് അല്ല, സൈക്കിൾ ചക്രം പോയാലോ ശരി. ചാടി വന്നിരിക്കാം, ഒന്ന് പിടിച്ചു ഇന്ന് എന്നെ രക്ഷിച്ച് 2 നിലടാ. ഏതായാലും മണ്ണുണ്ണിയുടെ അമ്മ ഇല്ലാത്തോണ്ട് ഹോട്ടലിൽ റൂം എടുക്കാതെ കഴിച്ചു കൂട്ടി. ഇപ്പോഴും പഴയ ഓസ് നിർത്തിയിട്ടില്ലല്ലേ രാജാ? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. രാജശേഖരൻ നീ പറ. ഹലോ. ഇത് ജോസഫ്. ഹലോ. രാജു, രവി. തള്ളേ രവി. നീ എന്നെ പറ്റി പറയാറുണ്ടല്ലേ? നിന്നെ പറ്റി പറയാം. കോളേജിൽ പഠിക്കുമ്പോഴുള്ള വിക്രികളെ കുറിച്ചൊക്കെ ബാലം പറയാറുണ്ട്. യവന്മാര് കുറച്ച് കൊനസ്റ്റ് ബിസിനസ്സുമായിട്ട് വന്നതാ. റബ്ബർ പ്രോഡക്ട്സ് അത്ര കൊണഷ്ടൊന്നും അല്ല. ഏതായാലും 3 മാസം കഴിഞ്ഞ് നമുക്ക് ക്രിയാത്മാവായിട്ടൊന്ന് കുടിക്കളയാം. ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ. എടാ മണ്ണുണ്ണി തള്ളയോടാ. അതേടാ തള്ളേ. അല്ലാതെ ഓക്കെ. See you. 1 2 3 മണ്ണുണ്ണി. ആഹാ
സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് പതിവില്ലാത്തതാ. എന്നാലും ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. സൈനബാന്റെ കല്യാണം നിശ്ചയിച്ചു എന്ന് കേട്ടപ്പോ മേനോൻ സാർ ചോദിച്ചൊന്ന് കൂടണ്ടേന്ന്. ഒന്ന് കൂടിക്കളയാന്ന് ഞാനും കരുതി. അല്ല അക്ബർ കഴിക്കുന്നില്ലേ? ഞാനിങ്ങനെ കൂടാന്നല്ലാണ്ട് കഴിക്കലില്ലല്ലോ. നമുക്കിത് ഹറാമാണല്ലോ. എന്നാ ആ ഗ്ലാസും കൂടി എടുത്തേ. മേനോൻ ചേട്ടൻ രണ്ടെണ്ണത്തിൽ കഴിക്കണ്ട. കഴിച്ച് ഓവറായിട്ട് ഇനി രാത്രി നല്ല ചേച്ചി എടുത്തിട്ട് ഇടിക്കാനും ഞങ്ങൾക്ക് പിടിച്ചു മാറ്റാനൊന്നും ഒരു ദിവസം അങ്ങനെ അയച്ചിട്ട്. അത് ശരിയാ. ഇങ്ങനെ വെള്ളവടി ഇന്നത്തോടെ അവസാനിപ്പിക്കാം. വഴിയുണ്ട്. അക്ബർക്ക് അമ്മാവൻ ഒഴിച്ചു കൊടുത്തേ. അല്ലേ വേണ്ട, ഞാൻ തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്താ ഒരു ഗൂഢാലോചന? അല്ല, ഒരു കുപ്പിയുടെ മേടിക്കുന്നതിനെ പറ്റി പറയായിരുന്നു. അതിപ്പോ ഏതായാലും നല്ല കാര്യം. പുയ്യാപ്പിള എങ്ങനെയുണ്ടോ? ബെസ്റ്റ്, ഒന്നാം തരം പയ്യനാണല്ലോ പറയണത്. 13 ഷീറ്റ് അങ്ങോട്ട് എട്ടിട്ട് കൊടുത്താൽ 1-2 വരിക്ക് ഡിക്ക് എന്നാണ് എല്ലാരും പറയുന്നത്. അവൻ വരട്ടെ. ഫസ്റ്റ് നൈറ്റ് മുതലേ ഞാനും അവനൊരു പിടി പിടിക്കൂലേ. I met a traveler who came from an Asian country. He saw a two നോ പ്രോബ്ലം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അയ്യോ നോ പ്രോബ്ലം. നിങ്ങൾ സ്റ്റഡി ആയിട്ട് നിൽക്കുക. നിങ്ങൾ എന്താ കിടന്ന് ആടണേ? പിടിക്കണോ? ഓൺലി 1 പെഗ് നല്ലോ. ഓവറായി പോയി. അമ്മായിയെ, ഇന്ന് ഒച്ചാൻ ബേളൊന്നും ഉണ്ടാക്കത്തില്ല. ഒന്ന് പിടിച്ചേ, അകത്തോട്ട് കിടത്താം. നല്ല ഉറങ്ങിക്കൊള്ളു. അക്ബർ വളരെ ഡീസന്റ് മാൻ. ഡീസന്റ് മാൻ. ഓൺലി 1 പെഗ്. ഇമ്മക്കൊരേ നിർബന്ധം. ഒരൊറ്റ മോളല്ലേ ഉള്ളൂ. ഓളെ നിക്കാതിന് ഒപ്പന എല്ലാം വെച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്തണമെന്ന് ഞാനും സമ്മതിച്ചു. ഈ ഒപ്പനയുടെ കാര്യം പറഞ്ഞപ്പോഴാ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ മഹാരാജാസിൽ ഇന്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലത്ത് എന്റെ ഒരു സഹപാഠി ഉണ്ടായിരുന്നു, ഇട്ടൂത്രവാരര്. അയാളുടെ സാമീപ്യം കൊണ്ട് എനിക്കും വന്ന് ഭവിച്ചു കുറച്ച് കഥകളി ഭ്രാന്ത്. എന്തേ? ഇന്ന് കുഴപ്പമൊന്നുമില്ല. മറ്റേ കാര്യമെല്ലാം പറഞ്ഞ പോലെ. പിന്നെ അത് ഞാൻ ഏറ്റു രാജ. ഇരിക്കുക, കഥകളിപ്പദം കേട്ടിട്ട് പോവാ. അയ്യോ, കഥകളിപ്പദാണോ? കഥകളിപ്പദം എന്ന് പറഞ്ഞാൽ ഇവന് ഭയങ്കര ഇഷ്ടമാ. എപ്പോഴും പാടിക്കൊണ്ട് നടക്കും. ഓ, എന്നാ രണ്ടുപേരും ഇരിക്കുക. വേണ്ട, ഞങ്ങൾ വന്നോളാം. അപ്പോ നളചരിതൻ 2ാം ഭാഗം. കൃഷ്ണൻ നായർ അങ്ങനെ 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 തകർത്ത് ആടിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഹൈദരാലിയുടെ കണ്ഠം തുറന്നത്. മരത്തിനിടയിൽ കാണാമേ സുന്ദരത്തിനുട സാദൃശ്യേയം, ആകൃതി കണ്ടാലതിരംഭേയം, ആരാലിവൾ തൻ അധരം പേയം, അടുത്തു ചെന്നിനി അനുപശ്യേയം. ഒക്കെ പോയ ലേഭ്യന്മാര് യാതൊരു കലാസ്വാദ്യത ഉള്ളവരല്ല. ഒന്നും കൊണ്ട് വരും. ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായോ എന്നൊരു സംശയം. ഭയങ്കര തലവേദന. ഇന്നലത്തെ ബാക്കി വലിയ ഇരിപ്പുണ്ടോ? ഉണ്ട്. നാണുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളുള്ള കുറച്ച് ഒച്ചയും പോലും ഉണ്ടാക്കുമെന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് അല്ല, എന്താ കാര്യം? അപ്പൊ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഇല്ല. പോയിട്ട് 2 കൂടി ആയിരിക്കും, അപ്പൊ ഓർമ്മ വരും കേട്ടോ. ഓ, എന്തുണ്ടായെന്ന് പറ. 1,00,000 ഉറുപ്പ്യ തരാന്ന് പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഇന്നെ കിട്ടൂല. വേണമെങ്കിൽ ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീട്ട് കളിക്കാം. എങ്ങനെ? ഇന്ന് മുഴുവൻ തന്റെ കൂടെ നിന്ന് ഷീട്ട് കളിക്കാന്ന്. ഉറപ്പാണല്ലോ? അല്ലെങ്കിൽ അത് വേണ്ട, അത് ശരിയാവില്ല. ഇന്നലെ റമ്മി കളിക്കാനും കള്ളുടിക്കാനും മരുമോനും ബാലകൃഷ്ണനും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവരോട് എന്ന് ചോദിച്ചാൽ മതി കേട്ടോ. എനിക്ക് കളിക്കാൻ മാന്യന്മാരെ കിട്ടുവേ. അക്ബറേ, അക്ബറേ, എന്നാലും ചേട്ടൻ ഇത്രയും ചീപ്പാന്ന് ഞാൻ കരുതിയില്ല. അയ്യേ, എന്താ കാര്യം എന്ന് പറ ബാലകൃഷ്ണ. ഈ വേലത്തരൊന്നും എന്നോട് വേണ്ട. ചേട്ടൻ എല്ലാ കാര്യവും നല്ല ഓർമ്മയുണ്ട്. ചമ്മല് കാരണം ഓർമ്മയില്ലാത്തവരെ അഭിനയിക്കല്ലേ. സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല ബാലകൃഷ്ണ. ഫിറ്റായിട്ട് അക്ബർക്കെ കെട്ടിപ്പിടിച്ച് ദൈവമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? കെട്ടിപ്പിടിച്ച് ദൈവമാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ട്. എന്നാ പിന്നെ എല്ലാം അയ്യോ ബാലകൃഷ്ണ, ബാക്കി കൂടെ പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് കസേരയെ തലയും കുത്തി വീണത് ഓർമ്മയുണ്ടോ? അത് കഴിഞ്ഞ് കസേര തലയും കുത്തി വീണത് ഓർമ്മയുണ്ട്. അപ്പൊ മറ്റത് ഓർമ്മയില്ല. എന്റെ ബാലകൃഷ്ണ, പിന്നെ ഞാൻ ഉണർന്ന് എണീക്കുമ്പോ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അത് നീയാണ് സത്യം. അതിന്റെ ഇടയിൽ നടന്നു ഒന്നും എനിക്ക് ഓർമ്മയില്ല ബാലകൃഷ്ണ. ഇല്ലല്ലോ. എന്നാ രാജശേഖരനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അവൻ പറയുന്നതിനായിരിക്കും അതിന് കുറച്ചുകൂടി ഭംഗി. അയ്യോ, അവനോട് ചോദിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ നിന്നോട് ചോദിക്കണത്. അപ്പം ചോദിക്കാൻ പറ്റാത്ത കാര്യമാണ് ചെയ്തത് നന്നായിട്ട് അറിയാല്ലേ. എന്നാ രാജശേഖരനോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്.
ബാലകൃഷ്ണ, എന്റെ അമ്മാവനാണെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. ഛേ, അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. ദേ, വെള്ളം അടിച്ചാ വയറ്റി കിടക്കണം. അമ്മായി ഇതറിഞ്ഞാ കുടുംബക്കലഹം ഉണ്ടാവും. ആ ലീലാമ്മയുടെ ഭർത്താവ് ഇതറിഞ്ഞാ അതിനും വലിയ വിപ്ലവം ഉണ്ടാവും. സത്യമായിട്ട് എനിക്ക് ഒന്നും ഓർമ്മയില്ല രാജശേഖര. ഓർമ്മയില്ലെന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ രക്ഷപ്പെടാമല്ലോ. കുടിച്ച് ലെവലില്ലാതെ ഭർത്താവ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയം നോക്കി ആ ലീലാമ്മയുടെ വീട്ടിൽ ചെന്ന് കയറി. ഛേ, ഈശ്വര, ഞാനോ? അല്ല, പിന്നെ ഞാനായിരിക്കും. ദേ, ഇതിപ്പോ പുറത്താരും അറിഞ്ഞിട്ടില്ല. ആ ലീലാമ്മ ഭർത്താവിനോട് പറയുന്നതിന് മുമ്പ് മാപ്പ് പറഞ്ഞ് പ്രശ്നം ഒതുക്കാതാ നല്ലത്. അമ്മായി അറിഞ്ഞാൽ കുടുംബകലഹം, ലീലാമ്മയുടെ ഭർത്താവ് അറിഞ്ഞാൽ അടിപിടി, നാട്ടുകാരറിഞ്ഞാൽ. അല്ല, മേനോൻ സാറോ, വരൂ, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഇന്നലെ രാത്രി ലേശം ഓവറായി പോയി, അതുകൊണ്ട്. അല്ല, രാത്രിയായ മേനോൻ സാർ പതിവുള്ളതാണല്ലോ. നീ എങ്ങോട്ടാ എന്നെ വിളിച്ചോണ്ട് പോന്നേ? എല്ലാം പറയാം, വിശദമായി പറയാം. ജോലിയുണ്ട്, എന്താ കാര്യം പറഞ്ഞേ? എന്താന്ന് പറഞ്ഞേ? എന്ത്? ഈശ്വര, ഇത്രയും നാളും കള്ളുകൂടി മാത്രമേ ഉള്ളെന്നാ ഞാൻ വിചാരിച്ചത്. ഇപ്പൊ ഇതും തുടങ്ങിയോ? അമ്മായി പോണ്ട. നീ പോയാ പറ്റില്ല, ഞാൻ തന്നെ ചെന്ന് രണ്ട് ഭർത്ത. അമ്മായി നാട്ടുകാരെ അറിയിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇതെന്താ മേനോൻ സാറേ? ക്ഷമിക്കണം, ഇനി ഞാൻ ഒരിക്കലും മദ്യപിച്ച് വേണ്ടാക്കില്ല, സത്യം. അതെന്നോടല്ല സാറ് പറയേണ്ടത്, ചേച്ചിയോടാണ്. അല്ല, അവളോട് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയാനിരിക്കുക. ലീലാമ്മയുടെ നല്ല മനസ്സിന് ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. അതെ, അമ്മാവൻ ലീലാമ്മ ചേച്ചിയുടെ നല്ല മനസ്സിന് മാത്രമല്ല, അക്ബർക്കാടെയും ബാലകൃഷ്ണന്റെയും എന്റെയും ഒക്കെ നല്ല മനസ്സിന് എന്നും നന്ദിയുള്ളവനായിരിക്കും. അല്ലേ? ചേച്ചിക്കകത്ത് അടുക്കളയെ പണി കാണും. എന്നങ്ങൾ വരട്ടെ. ശരി. ഇത്രയും നല്ലൊരു സ്ത്രീയുടെ അടുത്ത് ഞാൻ തെമ്മാടിത്തരം കാണിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് തൂങ്ങി ചാവന തോന്നും. എന്താ ഉണ്ടായത്? ഏയ്, ഒരു പ്രശ്നമില്ല, എല്ലാം കലങ്ങി തെളിഞ്ഞിരിക്കുക. ലീലാമ്മയുടെ ഹസ്ബൻഡും ഞാനും വലിയ തിക് ഫ്രണ്ട്സ് ആണ്. അങ്ങേര് വന്നാ എന്റെ സ്നേഹാന്വേഷണം പറയണം, നൈറ്റ് ഡ്യൂട്ടി എപ്പോഴാന്നൊക്കെ ചോദിച്ചോണ്ടിരിക്കുന്നു. എന്താ നൈറ്റ് ഡ്യൂട്ടിയോ? എന്താ സംഭവിച്ചത്? എല്ലാം ഞാൻ നിന്നോട് തുറന്നു പറയാതിരിക്കായിരുന്നു. അമ്മാവൻ തന്നെ എല്ലാം നേരിട്ട് പറയും, അതാ നല്ലത്. ചെന്നട്ടെ. അപ്പോഴേ, ഇന്നലെ ഞാൻ ഇത്തിരി ഓവറായി പോയി, അല്ലേ? നല്ല യാതൊന്നും സാരമില്ലെന്നേ. വരൂ, നമുക്ക് അകത്ത് വരും സംസാരിക്കാം. അയ്യോ, നെറ്റ് ശരിക്കും വെക്കൂ. വീടും എന്റെ നല്ല, ഞാൻ നിന്നെ വഞ്ചിക്കുമെന്നല്ല ഞാൻ പറയുന്നു, കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എന്നോട് വേണ്ട, എനിക്ക് മാപ്പ് കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? വേണ്ട, എന്നോട് പറയണ്ട. അയ്യോ, എന്താ തന്നെ സർക്കസോ? ചപ്പാത്തിക്കോലെ നല്ല വഴിക്ക് വീണു. ചപ്പാത്തിക്കോല് അത് ചപ്പാത്തിക്കോലെടുക്കാൻ സ്റ്റൂള് കയറിയപ്പോ സ്റ്റൂള് മറിഞ്ഞു വീണ് ഇല്ലേ? നടുവുളിക്കല്ലേ? ആ, അത് തന്നെ, അതെ, നടുവുളിക്ക്. എന്നെ ക്ഷീണം മാറ്റാൻ ഇന്നലത്തെ ലേശം ബാക്കിയുണ്ട്, വേണോ? ചെറുപ്പത്തിൽ ഇവൻ എങ്ങനെയായിരുന്നു അതേ ചായ ആ കൊച്ചിന്. ഇവന്റെ ചായ? അയ്യേ, എന്താണ് എന്റെ ചായക്ക് ഒരു കുഴപ്പം? ചായയൊക്കെ ഓക്കെ, അമ്മാവന്റെ സ്വഭാവം വരായിരുന്നാ മതി. ഞാൻ നിന്റെ അത്ര മോശമല്ല. എന്റെ പേര് തന്നെ ഇടുന്നു അവൾക്ക് വലിയ നിർബന്ധമായിരുന്നു, പപ്പിന്ന്. ആണായോണ്ട് ഏതായാലും ഇനി അത് നടപ്പില്ല. ഈ പെണ്ണുങ്ങൾക്ക് ഒരു ബുദ്ധി ഇല്ലെന്ന് പറയുന്നത് ശരി തന്നെയല്ലേ? വല്ല ബേബിന്നോ മണിന്നോ തങ്കുന്നോ അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ആണായാലും പെണ്ണായാലും ഇടായിരുന്നല്ലോ. ആ, നല്ല ഒരു പേര് സെലക്ട് ചെയ്യാൻ പവിത്രം പറഞ്ഞയച്ചിരിക്കുക. നല്ലൊരു ഉഗ്രം പേരുണ്ട്. എന്തോന്ന്? രാവണൻ. അത് നിനക്കൊരു കൊച്ചുണ്ടാവുമ്പോ ഇടാം. അല്ല, രേവു എവിടെ? അകത്തുണ്ടാവും. രേവു, ദേ നോക്കിയേ, പപ്പയാണ്ടി നിനക്ക് എന്തൊക്കെയാ വാങ്ങിച്ചോണ്ടിരിക്കുന്നല്ലേ? അല്ല, പുളി തിന്നുന്നോ? ദേ, വയറ്റിന് കേടാ. ആന്റി നിനക്ക് നല്ല ഉടുപ്പ് കൊണ്ടിട്ടുണ്ട്, നമുക്ക് ഇരിക്കു നോക്കാം. എന്താ ദേവിയമ്മേ? അല്ല, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് ഇരിക്കു നോക്കാം. ഇത് പപ്പേനിക്കാണോ? പെട്ട ഒരു പുളിരീറ്റി വെക്കവിടെ, ഇങ്ങോട്ടോ പറഞ്ഞില്ലേ? ചെല്ലേ.
കൊണ്ടോട്ടിക്കാരന്റെ കൽവിനൊരു താഴം പൂവത്തറുമേറ്റിയൊരുങ്ങണ പെണ്ണൊരു ഊറിയാണ്. മദനപ്പൂ നിറമുള്ള മെയ്യാണ്, പെണ്ണിനഞ്ചുന്ന പഞ്ചാര മൊകറാണ്. കൊണ്ടോട്ടിക്കാരന്റെ കൽവിനൊരു താഴം പൂവത്തറുമേറ്റിയൊരുങ്ങണ പെണ്ണൊരു ഊറിയാണ്. കല്ലായി കടവത്തൊരു തോണിയെടുത്തല്ലോ, മെഹറും കൊണ്ടുവരുന്നല്ലോ. മൊഞ്ചത്തി പെണ്ണിനു മിസരിപ്പൊന്നും കൊണ്ട് കല്ലായി കടവത്തൊരു തോണിയെടുത്തല്ലോ, മെഹറും കൊണ്ടുവരുന്നല്ലോ. പൂത്തോണിയെടുത്തെന്ന് അങ്ങാടി പാട്ടായി, അങ്ങാടി നായിരവും ഇങ്ങാടി നായിരവും ഒരുങ്ങി വന്നേ. നിക്കാതിന് വാപ്പയൊരുക്കണ പത്തിരിയാണല്ലോ, ഉമ്മാന്റെ നെഞ്ചിനകത്തൊരു ബേജാറാണല്ലോ. നിക്കാഹിന് വാപ്പയൊരുക്കണ പത്തിരിയാണല്ലോ, ഉമ്മാന്റെ നെഞ്ചിനകത്തൊരു ബേജാറാണല്ലോ. മദനപ്പൂ നിറമുള്ള മെയ്യാണ്, പെണ്ണിനഞ്ചുന്ന പഞ്ചാര മൊകറാണ്. കൊണ്ടോട്ടിക്കാരന്റെ കൽവിനൊരു താഴം പൂവത്തറുമേറ്റിയൊരുങ്ങണ പെണ്ണൊരു ഊറിയാണ്. മദനപ്പൂ നിറമുള്ള മെയ്യാണ്, പെണ്ണിനഞ്ചുന്ന പഞ്ചാര മൊകറാണ്. കൊണ്ടോട്ടിക്കാരന്റെ കൽവിനൊരു താഴം പൂവത്തറുമേറ്റിയൊരുങ്ങണ പെണ്ണൊരു ഊറിയാണ്. മോളെ എന്താ ഡോക്ടർ? ഐ എം സോറി, രേവതി 2 മാസം ഗർഭിണിയാണ്. ഒരുപക്ഷെ ഡോക്ടർക്ക് തെറ്റുപറ്റിയതാവും. അല്ല ബാല, ദേവകി അമ്മയ്ക്ക് മുമ്പേ സംശയം ഉണ്ടായിരുന്നു. പറയുന്നത് തെറ്റാവുമെന്ന് കരുതി അവര് പറയാതിരുന്ന. ഞാൻ എന്ത് ചെയ്യൂടാ? എന്റെ രേവതിയെക്കുട്ടിയെ ചതിച്ചവൻ ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. നീ ഇമോഷണൽ ആകാതെ സമാധാനമായിട്ടിരിക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഞാൻ ചോദിക്കാൻ രേവതിയോട്. രാജേട്ടൻ വിഷമിക്കണ്ട. അവളോട് എന്ത് ചോദിക്കാൻ ആരാധിയെ? എന്ത് ചോദിക്കുന്നു, എങ്ങനെ ചോദിക്കുന്നു എന്നുള്ളതല്ലല്ലോ പ്രധാനം. ആരാണെന്നറിയുക, അത് ഞാൻ കണ്ടുപിടിക്കാം. രേവതിക്കുട്ടിക്ക് ചോക്ലേറ്റ് വേണ്ടേ? രേവതിക്കുട്ടി എന്താ ചെയ്യണേ? ഒരുക്കുക. ചേച്ചിയും കൂടട്ടെ ഒരുക്കാൻ. ചേച്ചി ഒരു കഥ പറയട്ടെ? വേണ്ട. ഒരു പാട്ട് പാടാം? വേണ്ട. നോക്ക്, പിന്നെ എന്താ വേണ്ടേ? ഇവിടെ തൊഴിക്കാൻ ഒരു പൊട്ട് വേണം. തരാട്ടോ. ഇനി ഇവിടെ നമുക്ക് ഉറക്കാം.
രേവതിക്കുട്ടി ആരാണെന്ന് പറയൂ മോളെ, ആരാണെന്ന്. മിക്കി മൗസിന്റെയും ഡൊണാൾഡ് ഡക്കിന്റെയും കാസറ്റ് കാണണോ? എന്നാ ആരാണെന്ന് പറ. അത് 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 പറയൂ രേവതിക്കുട്ടി. രാജകുമാരൻ. പ്രായമായ ഒരു പെണ്ണ് വീട്ടിലുള്ളപ്പോ പലർക്കും ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടല്ലേ? അതൊന്നും പറഞ്ഞിട്ട് ഇനി കാര്യമില്ല. സംഗതി വഷളാവുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. അത് എടുക്കേണ്ടത് നീയാണ് രാജശേഖരൻ. മഹാഭാവി എന്തോന്നാ കേക്കുന്നേ? ഓടവിടുന്നു. എന്തോന്ന് എന്തോന്നാ കേക്കുന്നേന്ന്? പാട്ടാ കേക്കുന്നേന്ന്. ഞാനും കുറച്ച് കേക്കട്ടെ. വേണ്ടേ? പ്ലീസ് ചിന്നു, പ്ലീസ് ചിന്നു, പ്ലീസ്. വലിക്കല്ലേ? അയ്യോ പൊട്ടിച്ചോ? അയ്യോ പൊട്ടിച്ചോടാ. അയ്യോ അത് പൊട്ടിച്ചോ? ഇത് ഇതുപോലെ പൊട്ടിച്ചാ വേണ്ടടാ. എനിക്ക് വേറെ വാച്ചായിരുന്നു. എനിക്ക് ഇത് ഇതുപോലെ പൊട്ടിച്ചാ. അയ്യോ വേണ്ട പൊട്ടിച്ചോ. അയ്യോ എനിക്ക് ഇതുപോലെ പാട്ട് കേട്ടാ പോരെ? അതിങ്ങിതാ പാട്ട് കേൾപ്പിക്കാം. പക്ഷെ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ. തരാമെങ്കിൽ ഞാൻ സത്യം പറയാം. പറയുമല്ലോ? ആ പറയാം. പിടിച്ചോ. ദേവതിക്കുട്ടി, രാജകുമാരന്റെ പേരെന്താ? രാജകുമാരന്റെ പേരെന്താന്ന്? രാജകുമാരൻ. എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പാട്ട് കേൾക്കാവേ. നിനക്കറിയില്ല അല്ലേ എന്റെ പെങ്ങളെ പഴപ്പിച്ചത് ആരാണെന്ന്? എടാ, ഓരോ ദിവസവും ഞാൻ അവൾക്ക് രാജകുമാരന്റെയും രാജകുമാരിയുടെയും കഥ പറഞ്ഞു കൊടുത്തിരുന്നത് അവൾ ഉറങ്ങാൻ വേണ്ടി മാത്രമായിരുന്നില്ല, എന്റെയും കൂടി മനസ്സമ്മാനത്തിന് വേണ്ടിയായിരുന്നു. വെറുതെ ആണെങ്കിലും അവളെ രക്ഷിക്കാൻ അതുപോലെ ആരെങ്കിലും വരുമെന്ന് കരുതിയിട്ടാ. നീ അവളെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ല. അതെ രാജശേഖര, ഞാൻ അവളെ പിഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം എനിക്കുണ്ട്. രേവതിക്കുട്ടി, ആരാ ഇത് പാടിയത്? ആരാന്ന്? രാജകുമാരൻ. ആദ്യം ഒരു കച്ചേരാവേ. രേവതിക്കുട്ടി, രാജകുമാരൻ. അവൻ എവിടെയുണ്ട്? നീ വിഷമിക്കണ്ട, അവനെ ഞാൻ കൊണ്ടുവരാം. ശരി, സമ്മതിച്ചു. ഫിറ്റായി പോയപ്പം പറ്റിപ്പോയൊരബദ്ധം. പക്ഷെ മണ്ണുണ്ണി, എന്റെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. അത് നമ്മുടെ രാജുവിന്റെ പെങ്ങളെ. ഈ അവസ്ഥയിൽ തലയ്ക്ക് സുഖമില്ലാത്തൊരു പെണ്ണിനെ. തലയ്ക്ക് സുഖമില്ലാത്തതല്ല, മെന്റലി റീട്ടാർഡ്. അവളൊരു പാവം പെണ്ണാടാ. ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഞാൻ തോന്നണല്ലേ? എടാ, അവൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണക്കാരൻ ഞാനാണെന്ന് നിനക്കൊരു ഉറപ്പുണ്ടോ? ഉണ്ട്. എങ്ങനെ? എനിക്കറിയാം. രേവതി പറഞ്ഞു, അവളെ നീ അല്ലാതെ മറ്റാരും.
മറ്റാരും കാണാൻ കൊള്ളാവുന്നൊരു പെണ്ണ് നിന്റെ വീട്ടിൽ തേരാപ്പാര കയറി ഇറങ്ങി നടന്നാൽ നീ വെറുതെ വിടൂ? നിന്റെ തടി ഊരാൻ വേണ്ടി എന്റെ തല കെട്ടി വെക്കാൻ നോക്കരുത് രവി. സത്യമായിട്ടും ഇത് കൂടുതൽ സത്യങ്ങളൊന്നും കെട്ടി നൽകണ്ട. നിന്റെ സത്യസന്ധതയെ കുറിച്ചൊക്കെ എനിക്കറിയാം രവി. പ്ലീസ് കയറാ, എന്റെ സ്വഭാവം മാറ്റരുത്. പോടാ. എന്തായി? സോറി, അവൻ വരില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോ ഒരുപക്ഷെ അവള് രക്ഷപ്പെടുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? എന്താ അതിനൊരു ഉറപ്പ്? ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കൂടെ? പരാജയപ്പെട്ടാലും ഈ നിലയിൽ അവൾക്കൊരു കുഞ്ഞിനെ കൂടി നോക്കാനാകില്ല രാധിക. പിന്നെ പിഴച്ചു പറ്റുന്ന നാണക്കേട്. അച്ഛൻ ആരാണെന്നറിയാത്ത കുട്ടി. വേണ്ട, ഒന്നും വേണ്ട. അബോർഷൻ തന്നെയാണ് നല്ലത്. മനഃപൂർവ്വമായിരുന്നില്ല, അറിയാതെ പറ്റിപ്പോയതാ. നീ അവളെ കൈവിട്ട ഒരുപക്ഷെ ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നീ അവളെ സ്വീകരിക്കണം രാജു. അതേടാ, എന്റെ പെങ്ങളെ വിവാഹം കഴിക്കാൻ നീ അല്ലെങ്കിൽ മറ്റൊരാളുണ്ടാവും. പക്ഷേ ആ പാവം പെണ്ണിന് നിനക്കറിയോ, ചെറിയൊരു ആക്സിഡന്റ് അതിന്റെ ദൈവവ്യക്തിയുടെ സമാല തെറ്റിച്ചു. ആ ഒരൊറ്റ കാരണം കൊണ്ട് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചു പോയി. എന്റെ ദൈവവ്യക്തി മരിച്ചത് മുഴു ഭ്രാന്തായിട്ടായിരുന്നു. അച്ഛനും അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലാതെ വളർന്ന നിനക്ക് ഇതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവില്ലടാ രാജു. നിനക്കൊരു പെങ്ങളുണ്ടായിരുന്നെങ്കിൽ അവൾക്കാണ് രേവതിയുടെ അവസ്ഥ വന്നിരുന്നെങ്കിൽ. ഹലോ, എന്താ രേവതിക്കുട്ടി? എന്റെ കുഞ്ഞുകുരു തീർന്നു. ഇന്ന് രാജകുമാരൻ വരും. എന്താ? അവൻ എവിടെ? രാജശേഖരൻ ഡോക്ടറെ കാണാൻ പോയിരിക്കുക. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇന്ന് രവി വരും നമ്മുടെ രേവതിക്കുട്ടിയെ കൊണ്ടുപോവാൻ.
Mm-hmm.